പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. നിങ്ങളോടൊപ്പം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി പ്രിയ അംബിക ആന്റിയാണ്. അംബിക ആന്റി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് ആന്റി. പ്രൈസ് ലോർഡ് മാസ്റ്റർ. ആന്റി ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, ശരി മാസ്റ്റർ. ഞാൻ ഗുഡല്ലൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്റെ വീട്ടിലെ ഞാൻ ഇപ്പം 2 മക്കള് ബാംഗ്ലൂരിലെ പ്രദേശത്താണ്. അവരവിടെ ജോലി ചെയ്യുന്നു, കുടുംബസ്ഥരാണ്. ഞാൻ എന്റെ വീട്ടിലെ സുശിക്ഷ ബലവരുടെ ബന്ധത്തില് എനിക്ക് ഗുഡല്ലൂര് വീട് സ്ഥലമുണ്ട്. ഞാൻ അവിടെ ആയിരിക്കുന്നു. ഓക്കെ, ആന്റിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ആന്റിക്ക് തുടർമാനമായി സംസാരിക്കാം. ആന്റിയുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസം, കർത്താവിനെ അറിയാനിടയായി തീർന്ന സാഹചര്യങ്ങൾ തുടർമാനമായിട്ട് ആന്റിക്ക് സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ആരോമ ടിവിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ കുടുംബത്തിനും ആരോമ ടിവി പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇപ്രകാരം വഴിയൊരുക്കി തന്ന എല്ലാ ദൈവത്തിനും എല്ലാവിധ മഹത്വം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പേര് അംബിക എന്നാണ്. തിരുവനന്തപുരത്ത് കോവളത്തിന്റെ അടുത്ത് വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ അതായത് 8ാം ക്ലാസ് പാസ്സായപ്പം എൻ്റെ അച്ഛൻ 11 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ പേര് പരമേശ്വരൻ നായർ എന്നാണ്. എൻ്റെ അച്ഛൻ ഒരു പൂജാരിയും മന്ത്രവാദിയും അതേസമയം ഒരു മിലിറ്ററിക്കാരനുമായിരുന്നു. 11 വയസ്സിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ ഗുഡല്ലൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലമൊക്കെ വെച്ചിട്ട് അമ്മ ഇങ്ങനെ നീലഗിരിയിലേക്ക് ഞങ്ങൾ വരാനിടയായത്. എനിക്ക് ഇപ്പോൾ ഉള്ളത് 2 സഹോദരിമാര്. എൻ്റെ അമ്മ മരിച്ചു. അത് അച്ഛൻ മരിച്ച കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ. ഇപ്പം ഇവിടെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നായർ കുടുംബമാണ്. ഇങ്ങനെയൊക്കെ മന്ത്രവാദവും പൂജയും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് എൻ്റെ പശ്ചാത്തലം. അങ്ങനെ ഗുഡല്ലൂരിന്റെ പ്രദേശത്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ, അതായത് ഇവിടെ ആനയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരു 18 വയസ്സായപ്പോൾ എൻ്റെ വിവാഹം കഴിയാനിടയായി. എൻ്റെ വിവാഹ ജീവിതത്തിലെ, അതായത് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് കുടിയനാണെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ഞാൻ എന്ത് ഭയപ്പെട്ടോ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയാനാണ് ഇടയുള്ളത്. കാരണം അതുപോലെ തന്നെ 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം നയിക്കാനിടയായി. കുറച്ചു നാൾ ഇങ്ങനെ പോയി. അതായത് എനിക്ക് അതിൽ 3 മക്കൾ എനിക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 2 പേരേ ഉള്ളൂ. ഒരാൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ സാക്ഷ്യത്തിൽ പുറകെ ഞാൻ പറയും. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഒന്നിനും പറ്റാത്ത രീതിയിൽ ഞാൻ അനേക സ്ഥലത്തേക്ക് ഞാൻ പോകാനിടയായി. സമാധാനം എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, നീതി എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത്? ഞാൻ എത്ര നാൾ ജീവിക്കും? കാരണം എൻ്റെ ഭർത്താവ് മദ്യപിച്ച് ദിവസവും വന്ന് ഇങ്ങനെ അടിയും വലിയ പ്രശ്നങ്ങളും എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. മക്കളെയും അടിക്കും, എന്നെ അടിക്കും. കാരണം ഞാൻ നിരപരാധിയാണ്. എനിക്ക് നീതിയുണ്ട്, പക്ഷെ എനിക്ക് നീതി കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ എത്ര നാൾ ഞാൻ ജീവിക്കും, എന്ത് ചെയ്യും എന്നുള്ള ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആശുപത്രിയിൽ 2 പ്രാവശ്യം അടിച്ചെടുത്തുകൊണ്ട് പോയ അവസ്ഥകളുണ്ട്. 2 പ്രാവശ്യം കോടതി സ്റ്റേഷൻ കയറിയ അവസ്ഥകളുണ്ട്. ഇങ്ങനെയൊക്കെ കയറിയിട്ടും അവസാനം ഈ മക്കൾ അപ്പനല്ലേ അങ്ങനെ പിരിയും എന്ന് വെച്ച് പിരിയാതെ അങ്ങനെ ജീവിച്ചു ഞാൻ പോന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പം അടി വളരെ രൂക്ഷമായി, മൂക്കിക്കൂടിയും ചോര വരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് തന്നെയല്ല, ഭക്ഷണം കഴിക്കാന് പട്ടിണി, അതുപോലെ തന്നെ മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരു വഴിയില്ല. ദിവസവും മൂപ്പര് പോയാൽ ദിവസം വീട്ടിൽ വരാറില്ല. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കൂടി ഞാൻ മുന്നോട്ട് പോകാനിടയായി. ഇങ്ങനെ പോണ സമയത്ത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നേ? ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ജീവിച്ചാൽ എന്ത് ചെയ്യും? ഒരു ദിവസം ഇദ്ദേഹം എന്നെ അടിക്കും, ഞാൻ മരിക്കും. മരിക്കേണ്ട അടിയൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മക്കൾ ഗതികേടായി. അപ്പനും ഇല്ല, അമ്മയും ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒന്നും വേണ്ട, ആത്മഹത്യ ചെയ്യാം എന്ന് ഞാൻ ഓർത്തു. എന്നാൽ ആത്മഹത്യയുടെ വക്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ
എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചു, ബന്ധുമിത്രാദികളിൽ ആശ്രയിച്ചു. അതുപോലെ തന്നെ പൈസ കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തു. അമ്പലങ്ങളിൽ പോയി, അതുപോലെ തന്നെ പൂജയ്ക്ക് പോയി. പിന്നെ അതും സൈ കെട്ടപ്പോൾ ഞാൻ മന്ത്രവാദത്തിന് പോയി. അനേക സ്ഥലത്ത് ഞാൻ മന്ത്രവാദികളുടെ അടുത്ത് അന്വേഷിച്ചു പോയി. കാരണം എൻ്റെ അച്ഛൻ മന്ത്രവാദിയും പൂജാരി ആയതുകൊണ്ട് അങ്ങനെ മന്ത്രവാദത്തിന് പോയാൽ എനിക്ക് ശമനം കിട്ടും എന്ന് വെച്ച് ഞാൻ മന്ത്രവാദത്തിന് പോകാൻ നോക്കി. എന്നാൽ അവിടെ എനിക്ക് രക്ഷയില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് കഴിഞ്ഞ് മുസ്ലിം പള്ളിയിൽ പോയി. കാരണം പിന്നെ ക്രിസ്ത്യൻസിന്റെ പള്ളിയിലൊക്കെ ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോയി. അങ്ങനെ ഓരോടത്തും ഞാൻ പോയിട്ട് ഈ ലോകത്തിൽ എവിടെയും എനിക്ക് സമാധാനം ഇല്ല. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ കൂടി ഞാൻ മുന്നോട്ട് പോയായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം ഞാൻ ഒരു ചേച്ചിയായിട്ട് ഞാൻ എനിക്ക് എന്നെ മുൻപ് കണ്ടിട്ടുള്ള ഒരു ചേച്ചി, ആ ചേച്ചിയായിട്ട് എനിക്ക് പരിചയമുണ്ട്. ആ ചേച്ചി ഒരു ദിവസം വഴിന്ന് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഇപ്പോഴും നീ ജീവിച്ചിരിപ്പുണ്ടോന്ന് ചോദിച്ചു. കാരണം അതിനുള്ള തല്ലല്ല എന്നെ തല്ലി ഞാൻ മരിക്കേണ്ട അവസ്ഥയിലാകും എന്ന് അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ആ ചേച്ചി ഇങ്ങനെ എന്നോട് ചോദിക്കാനിടയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് സമാധാനം ഇല്ല, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം ആ ചേച്ചി അന്ന് ഹിന്ദുവിലിരിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ യേശുവിനോട് പ്രാർത്ഥിക്ക്, എന്ന് നിനക്ക് സമാധാനം കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട്, ചേച്ചി യേശു തന്നെ മരിച്ചവനല്ലേ, പിന്നെ എന്നെ എങ്ങനെ ജീവിക്കാം? യേശു കുരിശിൽ മരിച്ചുപോയി, എന്നിട്ട് സ്വന്തമായി ജീവിക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ ഈ യേശു എന്നെ എങ്ങനെ രക്ഷിക്കാം എന്ന് പറയുമ്പോൾ ആ ചേച്ചി ഹിന്ദുവിലിരിക്കുന്നത് കൊണ്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു, പിന്നെ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. എൻ്റെ മോളുടെ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു, എനിക്ക് സമാധാനം കിട്ടി. നീ പ്രാർത്ഥിച്ചു നോക്ക്, സമാധാനം തരും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിനോട് അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അന്ന് വരെ ഞങ്ങളുടെ നാട്ടിലായിരിക്കുമ്പോഴോ ഇവിടെ വന്നിട്ടോ ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. സുവിശേഷം പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, ഹിന്ദുക്കൾക്ക് 33 ദൈവന്മാരുണ്ട്. അപ്പൊ പിന്നെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണ്? എനിക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വീണ്ടും എനിക്ക് എത്ര ദൈവങ്ങളുണ്ടോ അത്രയും ദൈവങ്ങളെ ഞാൻ വിളിച്ചു. അതായത് മുസ്ലിം പള്ളിയിൽ പോയി, അവിടെയും പോയപ്പോഴത്തേക്ക് എനിക്ക് അവര് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അവിടെ നിന്ന് സമാധാനം ഇല്ല, ഒട്ടും സമാധാനം ഇല്ലാതായപ്പോ ഒരു ദിവസം ഞാൻ ചിന്തിച്ചു, ഇല്ല, നാളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക, ഇനി ഞാൻ ഒരിക്കലും ജീവിക്കുന്നില്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം ഇദ്ദേഹം എന്നെ അടിച്ചു കൊല്ലുമ്പോൾ മക്കള് അമ്മയെ അച്ഛൻ തല്ലിക്കൊന്നു, ഞങ്ങൾക്ക് ഇനി ആരില്ല എന്ന് പറഞ്ഞ കാര്യം ഒരു ദിവസം എന്നെ അടിച്ചു ബോധം കെടുത്തിയപ്പോൾ എൻ്റെ മൂത്ത മോൻ ഇങ്ങനെ പറഞ്ഞ് കരയുന്നതായിട്ട് ഇത് അടുത്ത അയൽവക്കക്കാരനോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ മക്കളായിട്ടിട്ട് മരിക്കാൻ മനസ്സിലാതെ ഒരു ക്രാന്തിയെ പോലെ ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മടിയായി, കുളിക്കുന്നത് എനിക്ക് മടിയായി, എന്തിനാ ഞാൻ ജീവിക്കുന്നത് ഉള്ളതായി. അവസാനം ഒരു ദിവസം 3 ബാറ്ററിയുള്ള ടോർച്ച് കൊണ്ട് എന്നെ മണ്ടയൊക്കെ അടിച്ചു പൊളിച്ച് മുറ്റിക്കൂടി വായിക്കൂടി ചോര വന്നപ്പോ അങ്ങനെ അടുത്ത വീട്ടിലേക്ക് കയറി ഓടി. അവിടുന്ന് മുടിക്കുത്തനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ മൂപ്പര് വീണ്ടും ആ പരശ്രീ ബന്ധത്തിന് വേണ്ടി മൂപ്പര് പോയി. അപ്പൊ ഞാൻ ഓർത്തു, ഇനി ഒരിക്കലും ജീവിക്കുന്നില്ല, ഞാൻ ചത്താലും പ്രശ്നമല്ല, മക്കളെ സൃഷ്ടിച്ച ദൈവം നോക്കിക്കോളും, ഞാൻ ഇനി ഒരിക്കലും ജീവിക്കുന്നില്ല, മരിക്ക എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ എന്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വന്നു, ആ ചേച്ചി എന്ന് പറഞ്ഞല്ലോ യേശുവിനോട് പ്രാർത്ഥിക്കാൻ, അങ്ങനെയാണെങ്കിൽ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് അതുകൂടെയും കൂടെ ഇല്ലെങ്കിൽ നാളെ മരിച്ചേക്കാം. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, ഇവിടുന്ന് ഞാൻ ലോകത്തിൽ കാണുന്നതെല്ലാം ഞാൻ വിളിച്ചു, എനിക്ക് സമാധാനം ഇല്ല. എന്നാൽ മുകളിൽ എന്തോ ഒന്നുണ്ട്, അവിടെ ആരും കൈക്കൂലി കൊടുത്താൽ വാങ്ങത്തില്ല, അവിടുന്ന് ആർക്കും ഇങ്ങോട്ടൊന്നും തരാനും പറ്റില്ല. അന്നേരം ഞാൻ ഇതുവരെയും പൈസ മുടക്കി പല സ്ഥലത്തും ഓടി, എവിടുന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് നീതി കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ആ മുകളിൽ എന്താണെന്ന് എനിക്കറിയില്ല, യേശു ദൈവമാണെന്ന് അറിയില്ല, യേശുവിന്റെ വിശ്വാസം ഇല്ല, സുവിശേഷം കേട്ടിട്ടില്ല. ആ ഹിന്ദുവിലിരിക്കുന്ന ചേച്ചിയുടെ ഈ ഒരൊറ്റ വാക്ക്. അന്നേരം ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിന്റെ പുറകിൽ പോയി മുട്ടുകുത്തിയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയില്ല, യേശുവിനോട് പറഞ്ഞത്, നിന്റെ സങ്കടം മാത്രം യേശുവിനോട് പറഞ്ഞാൽ മതി, അന്നേരം നിന്റെ എന്താ നിനക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി, യേശു നിനക്ക് സമാധാനം തരും. വേറെ ഒന്നും പറയാൻ ആ സഹോദരിക്ക് അറിയില്ല, ആ അമ്മയ്ക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഞാൻ വീട്ടിന്റെ മുറ്റത്ത് ആരും കാണാതെ വീട്ടിന്റെ പുറകില് ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു 6 മണി നേരത്ത് വീട്ടിന്റെ പുറകിൽ ഇങ്ങനെ നിന്നിട്ടേ ഞാൻ മേലോട്ട് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ, യേശുവേ, എനിക്ക് സമാധാനം തരണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഒരടി അടിക്കുമ്പോഴേ നീ എന്നെ എടുത്തോളണം, എന്റെ മക്കളെ ചുട്ട് മരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ കുറവുകളെ ക്ഷമിക്കണം, യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗസ്ഥ പിതാവേ. പ്രാർത്ഥന ആരും പറഞ്ഞെന്നില്ല, പക്ഷെ എന്തോ എന്റെ വായിൽ ഇത്രയും പറയാന് ദൈവം തന്നതായിരിക്കും, അങ്ങനെ എനിക്ക് എന്റെ വായിൽ പറയാൻ പറ്റി.
ഞാൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. 2 ദിവസം പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും കിട്ടിയില്ല. 3-ാം ദിവസം പ്രാർത്ഥിച്ചു, ഒരു മറുപടി. ഇങ്ങനെ 6 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിൽ തോന്നുക, കുറച്ച് ദിവസം കൂടെ പ്രാർത്ഥിക്കുക, എന്നിട്ട് നീ മരിച്ചാൽ മതി എന്ന് എന്റെ മനസ്സിങ്ങനെ പറയുക. അവസാനം 6-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കടന്നിറങ്ങുമ്പോൾ രാത്രി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 മണിയായിരിക്കും രാത്രിയിലെ, ഞാൻ എന്റെ മുമ്പിൽ യേശുവിനെ കുരിശ് തറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രക്തവും വെള്ളവും മാറുന്നു പോയി എന്റെ മുമ്പ് നിന്ന് ഇങ്ങനെ പടഞ്ഞ് മരിക്കുന്ന എന്റെ മുമ്പ് നിന്നിട്ട് അവസാനത്തൂടെ വെള്ളത്തോളം വാർന്ന് എന്റെ മുമ്പ് നിന്ന് മരിക്കുന്ന യേശുവിനെ ഞാൻ ഇങ്ങനെ കാണാനിടയായി. അപ്പൊ കണ്ട് നോക്കി ഞാൻ എന്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ പിന്നെ ആരെയും അവിടെ കണ്ടില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, അപ്പം കണ്ണ് തുറന്നു നോക്കിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ ഇതെന്തോ ഒന്ന് സംഭവിച്ചു. അപ്പൊ യേശുവിന് എന്തോ അല്പം ശക്തിയുണ്ട്. അപ്പൊ എന്റെ ദൈവങ്ങൾക്കും ശക്തിയുണ്ട്, യേശുവിനും അല്പ ശക്തിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതും കഴിഞ്ഞ് ഇതുകൊണ്ടൊന്നും ആയില്ല, നാളെ എനിക്ക് ചിലപ്പം ഇതുപോലെ രക്തക്കളമായിരിക്കും എനിക്ക് സംഭവിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഈ രക്തം എനിക്ക് കാണിച്ചു തന്നത്. ഏതായാലും നാളെ ഞാൻ മരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കും, ദൈവത്തിന്റെ കൈ കൊണ്ടായിരിക്കും മരിക്കുക എന്ന് മാത്രം ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ 7-ാമത്തെ ദിവസം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും ഇല്ല. 8-ാമത്തെ ദിവസം ഞാൻ വീണ്ടും അതേ സ്പോട്ടിൽ തന്നെ, അതേ മുറ്റത്തിന്റെ പുറകില് അങ്ങനെ ഞാൻ മേലോട്ട് നോക്കി. ഇതേ വാക്ക് 1 മിനിറ്റിൽ ഈ സെന്റൻസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ഇപ്പൊ യേശു ദൈവമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ആ സമയത്ത് ഞാൻ ആകാശത്തിൽ നോക്കി. അതായത് ബൈബിളിലൊരു വചനം ഇങ്ങനെ പറയുന്നു, ഇപ്പോഴാണ് ഞാൻ വചനം പറയുന്നത്, എനിക്ക് വചനം ഒന്നും അറിയില്ലെങ്കിലും സങ്കീർത്തനം 121 ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. അങ്ങനെ ആകാശം ഉണ്ടാക്കിയ ഭൂമി, അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കിയ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടും അല്ല ഞാൻ വിളിക്കുന്നത്. പിന്നീട് ബൈബിളിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ വെളിച്ചത്തിൽ ഞാൻ ഈ വചനം പറഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഹൃദയത്തിലെ, ഞാൻ അടുത്ത വീട്ടിലൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ പോണ സമയത്ത് അവിടെ ഒരു മാർത്തോമക്കാരുടെ വീട് എൻ്റെ അടുത്തുണ്ട്. അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം ഇതാണ്, മത്തായി 7:7, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് വചനമാണെന്ന് അറിയില്ല എനിക്ക്. പല പ്രാവശ്യം ആ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഈ വചനം എന്റെ ഹൃദയത്തിൽ എങ്ങനെ കയറി, ഞാൻ വൈകാട്ട് പഠിച്ചതൊന്നുമല്ല, ഇത് കിടപ്പുണ്ട് എന്റെ ഹൃദയത്തിൽ, ഇങ്ങോട്ട് വചനം ഉണ്ടെന്ന് എനിക്കും അറിയില്ല. എന്നാൽ 8-ാം ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത്, കർത്താവെ എനിക്ക് സമാധാനം തരണം, അല്ലെങ്കിൽ എന്റെ കുറവുകളെ ക്ഷമിക്കണം, അല്ലെങ്കിൽ മക്കളെടുത്ത് മരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഒരടി അടിക്കുമ്പോഴേ ഈ തല്ലുകൊള്ളാൻ മഴ നീ എന്നെ എടുത്തോളണം എന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ട് ഈ വചനം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആരും എന്നെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ മുട്ടിയാൽ കിട്ടും, അവിടെ യാചിച്ചാൽ ലഭിക്കും, അവിടെ അന്വേഷിച്ചാൽ കണ്ടെത്തും. അങ്ങനെ അപ്പൊ അതേ വിശ്വാസത്തിൽ ഈ വചനം ഇങ്ങനെ, ആ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അവിടെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് ആകാശം 2ആക്കി പിളർന്നു. വലിയൊരു ഇടിമുഴക്കം പോലെ, ഒരു വെളിച്ചം പോലെ ഒരു രൂപം എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് എന്നെ ഇങ്ങനെ മിന്നി, ആ വെളിച്ചം വന്ന് പ്രകാശം വന്ന് എന്നെ മിന്നി തിരിച്ചത് മേഘത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആകാശം വിടർന്ന് കയറുന്ന സമയത്ത് ആ സ്വർഗം സിംഹാസനത്തില് വലിയൊരു ചെയറിലൊരു വെള്ളവസ്ത്രം ധരിച്ച് ഒരു മനുഷ്യനൊരു പുസ്തകം വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്തോത്രം. ആ സംഭവത്തിന് ശേഷം എനിക്ക് തോന്നി, ഈ ആകാശത്തിലേക്ക് പോയ ഈ എന്തോ സംഭവം ഉണ്ടായല്ലോ, ആ ഇടിമുഴക്കം പോലെയാണ്. അതായത് 81-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇടിമുഴക്കത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന, ഇടിമുഴക്കത്തിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരമരളിയതുപോലെ ആ എനിക്ക് ശക്തി എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ഈ രോമകൃഷ്ണം കൊള്ളുന്ന പോലെ തോന്നി. ഇന്നാണ് എനിക്ക് ഒരു വിഷയം എന്ന് പറയാം, അന്ന് എനിക്കത് പറയാൻ അറിയില്ല. എന്തോ ഇങ്ങനെ ഒരു ചലനം എൻ്റെ ശരീരത്തുണ്ടായി. ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ഈ ശക്തി തിരിച്ച് എൻ്റെ അടുത്തേക്ക് വീണ്ടും ഇങ്ങനെ ഇറങ്ങി വരുമായിരിക്കും എന്ന് പേടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞ് ബാക്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാനിടയായി. സഹോദരൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ യേശുവിനെ കുരിശ് തറച്ചത് കണ്ടല്ലോ, ഇന്നിപ്പോ ഞാൻ ഇതും കണ്ടല്ലോ, ഇനി എന്തായിരിക്കും എൻ്റെ അവസാനം? ഇനി എന്തോ ഒന്ന് സംഭവിക്കുന്നു, യേശുവിന് എന്തോ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാലും യേശുവിന് വേണ്ടി ജീവിക്കാനോ ഒന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് പോയി. എന്നാൽ ഈ സംഭവത്തിന്റെ പിറ്റേ ദിവസം വലിയൊരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ ഭർത്താവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവിനെ 1988 ഏപ്രിൽ മാസം 16-ാം തീയതി ഗൂഡല്ലൂർ ടൗണിലെ ഒരു ശനിയാഴ്ച ദിവസം 10:45 മണിക്ക് എൻ്റെ ഭർത്താവിന്റെ ബന്ധക്കാര് 5-6 പേര് ചേർന്ന് കുത്തിക്കൊന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിധവയായി. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് സംഭവിച്ചു? യേശു ദൈവമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നല്ലോ, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചേ? അങ്ങനെയാണെങ്കിൽ യേശു ദൈവമല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് എനിക്ക് കാണിച്ചു തരാൻ കാരണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഈ സംശയമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി.
എന്നാൽ ഞാൻ നായർ കുടുംബത്തിൽ പിറന്ന ആളായതുകൊണ്ട് വിധവയായാൽ നായന്മാർക്കെടുത്തുണ്ട്. പിന്നെ അവൾ കണി കാണാൻ കൊള്ളത്തില്ല, കൈനീട്ടം കൊടുക്കാൻ കൊള്ളത്തില്ല, അവൾ എതിർപ്പ് വരാൻ പാടില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും തള്ളപ്പെട്ടു. കല്യാണത്തിനും എല്ലാവരും 4 മനുഷ്യനെ വിളിക്കുന്ന പോലെ നമ്മൾ മുന്നിലൊന്നും ചെല്ലാൻ പാടില്ല. തുളസി തൊട്ട് കഴിഞ്ഞാൽ അതിനെ പിന്നെ വാടിപ്പോകും. ഇഞ്ചി വിത്ത് എന്തെങ്കിലും വിത്ത് വർഗ്ഗങ്ങൾ ഞങ്ങൾ ഇട്ടാൽ വാടിപ്പോകും. ഇങ്ങനെയുള്ള വലിയ ഒരു ലിസ്റ്റ് അവർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ തള്ളി വെച്ചു. പിന്നെ പണത്തിൽ കുറവായതുകൊണ്ട് ഞങ്ങൾ പറ്റ തള്ളി വെച്ചിരുന്നു. ഇങ്ങനെ ഈ ത്യാഗത്തിൽ എല്ലാവരും തള്ളിയ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ 2-3 പശുക്കളുണ്ടായിരുന്നു എനിക്ക്. ഈ പശുവിനെ നോക്കി ഞാൻ എസ്റ്റേറ്റ് ജോലി ചെയ്ത് മക്കളെ വളർത്താൻ ആഗ്രഹിച്ചു. ജോലി ചെയ്ത് മക്കളെ വളർത്തുന്ന പറഞ്ഞാൽ വലിയ കഷ്ടമായി. എൻ്റെ വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഞാൻ ജോലിക്ക് പോകാനും. ആ ജോലിക്ക് പോയി ജോലിയും കഴിഞ്ഞ് വൈകിട്ടൊരു 4:30 മണിക്ക് ജോലി നിർത്തും. പിന്നെ 5:45 ആറുമ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അവിടുന്ന് വലിയൊരു പുല്ലും കെട്ട് ഏറ്റി വീട്ടിൽ കൊണ്ടുവന്ന് പശുക്കളുണ്ട്, പശുവിനെ കൊടുക്കും. അതിൻ്റെ കൂടെ മക്കളെ വളർത്തണം, പിന്നെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ വലിയ ബന്ധപ്പെട്ട ജീവിതത്തിൽ ജീവിതഭാരം തലയിലേറ്റിക്കൊണ്ട് ഇങ്ങനെ പോകാനിടയായി. ഒരു സമാധാനവും ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറെ നാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ നിശ്ചയം ഇതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദൂതം വന്നിട്ട്, അതായത് ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ആദ്യം തന്നെ 2 പേർ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കടന്നു വരാനിടയായി. അവര് ഇങ്ങനെ എന്നോട് പറഞ്ഞു, 2 പേര് കടന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മകനെ അവിടെ അടുത്ത കുഞ്ഞുങ്ങളെ കൂടെ പന്ത് കളിക്കാൻ പോയി. പന്ത് കളിക്കാൻ പോകുമ്പോൾ അവിടെ സൺഡേ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ സൺഡേ ക്ലാസ് എടുക്കുന്ന കണ്ടപ്പോൾ അവരുടെ മധ്യത്തില് ഇങ്ങനെ ഒരു ഇത് 2 സൺഡേ ക്ലാസ് ഈ ദേവദാസന്മാർ എടുക്കുന്നുണ്ടായിരുന്നു. ആ ദേവദാസന്മാര് ഈ മോനെ കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു, മോന്റെ വീട് എവിടാ? അപ്പൊ ഇത്ര അടുത്ത. അവിടെയുള്ള ആ വീട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ തൊട്ടടുത്ത, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പം നായർ കുടുംബത്തിലുള്ളതാ, ഭർത്താവ് മരിച്ചു എന്നിങ്ങനെ പറയാനിടയായി. ആ സമയത്ത് ഈ ദേവദാസന്മാർ എന്നോട് ചോദിച്ചു, കർത്താവിനെ കുറിച്ച് വീട്ടിൽ വന്നിട്ട് കർത്താവിനെ കുറിച്ച് വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാ ദൈവവും ഒന്ന് തന്നെ എന്നിങ്ങനെ പറയാനിടയായി. എന്നാലേ അവര് അല്പമായിട്ട് അവിടെ വന്നിട്ട് സുവിശേഷം പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഈ ദേവദാസന്മാര് വീട്ടിൽ വന്നപ്പോ എനിക്കൊരു മടിയാ. കാരണം ഞാൻ ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടില്ല. എനിക്ക് വീട്ടിൽ നായർ കുടുംബം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. വീട്ടിൽ നിന്ന് ഭയങ്കര ഡീസന്റ് ഇല്ലാത്ത നായന്മാര് പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ വളർത്തിയത് കൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, ഏടാ എന്തിനാ നീ ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു, അമ്മ അത് ദേവദാസന്മാരാ, ഒന്നും പറയല്ലേ എന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടു. അവർ വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയി. അവർ വന്ന ഒരു മാന്യതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. എന്നാൽ വീണ്ടും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമതൊരു ദിവസം വീണ്ടും കടന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, യേശുവിനെ പ്രാർത്ഥിക്കട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. ഇനി കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവം ആ സമയത്തൊക്കെ ഒത്തിരി ദർശനങ്ങൾ തന്നുകൊണ്ടിരുന്നു. അപ്പം ഈ മനുഷ്യരുടെ സങ്കീർത്തനം 118 8-9 ഇങ്ങനെ വചനം പറയുന്നു, മനുഷ്യരുടെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നിങ്ങനെ വചനം ഉണ്ട്. ഈ വചനം ഒന്നും അറിയില്ലെങ്കിലും എന്നാൽ അനേകം മനുഷ്യരിൽ ആശ്രയിച്ചു. എനിക്ക് അവിടെ ഒന്നും ലഭ്യമായില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ 3-ാം ദിവസം വീട്ടിൽ വന്നു. അപ്പൊ എനിക്ക് ദൈവം ഓരോരോ ദർശനങ്ങൾ തന്നുകൊണ്ടേയിരുന്നു. അതേ ദർശനങ്ങൾ യാക്കോബിന്റെ ആദ്യം കാണുന്നത്, അതെനിക്ക് ബൈബിൾ ഞാൻ എടുത്തിട്ടില്ല, ബൈബിൾ എന്താണെന്ന് എനിക്കറിയില്ല, ബൈബിൾ വായിച്ചിട്ടില്ല, ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഞാൻ കാണുന്ന ദർശനം ഇതാണ്, യാക്കോബിന്റെ ഗോവണി. അപ്പൊ അതിൽ ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു, കുറെ ആൾക്കാർ. ഈ ഏണി ഇങ്ങനെ ആകാശം മുട്ട വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഇങ്ങനെ, അപ്പൊ അമേരിക്കയിലൊക്കെ ഇങ്ങനത്തെ ഏണി ഉണ്ടായിരിക്കും, അതായിരിക്കും ഞാൻ ഇങ്ങനെ കാണുന്നത് എന്നിങ്ങനെ ചിന്തിക്കാനിടയായി. എന്നാൽ ദൂതന്മാർ കയറുന്നു, ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നു. സ്വർഗത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒരു കല്ല് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ തലയ്ക്ക് കല്ല് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം ദൈവം എനിക്ക് ദർശനത്തിൽ തരിക. ഇതെന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു പിക്ചർ കണ്ടതുപോലെ ഞാനങ്ങ് വിട്ടു. എന്നാൽ വീണ്ടും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും അപ്പൊ ഇതൊക്കെ ശരിക്കും എനിക്ക് നല്ല വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്, ഇത് മായാതെ. കുറച്ച് ദിവസം ഇവിടെ കഴിയുമ്പോൾ വീണ്ടും ഞാൻ ദർശനങ്ങൾ കാണുകയാണ്. ഇങ്ങനെ ഈ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അതായത് ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ചെങ്കടലിന്റെ ഇപ്പുറത്ത് ഒരു കൂട്ടം ജനം ആ നദി കടന്നിട്ട് അക്കരെ പോന്നു. ആ നദിക്ക് അക്കരെ ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഒരു തവല പോലത്തെ ഒരു സാധനം എടുത്ത് മിരിയാൻ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഒരു സാധനം എടുത്തിട്ട് അവിടെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നു. പിന്നാലെ വന്ന ചെങ്കടലിൽ കൂടി കടന്നു വന്ന ഒരു കൂട്ടം ജനം കുതിരപ്പടയോട് കൂടിയിട്ട്
അവിടെ വെള്ളത്തിൽ കൂടി കുത്തി ഒലിച്ച് ഇങ്ങനെ മതിൽ ഒന്നായ പോലെ, ഇങ്ങനെ മതിൽ ഇടിഞ്ഞ് ഒന്നായതുപോലെ ആയി. ആദ്യം ഉണങ്ങിയ ഭൂമി കണ്ടു, ഒരു റോഡ് പോലെ കണ്ടു. രണ്ടാമത് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ ഇടയായി. അപ്പൊ ഇത് ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവം എനിക്ക് കാണിക്കുന്നതാണ്. അന്നൊന്നും ഇത് പറയാൻ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ പറയട്ടെ, കുറച്ചുനാൾ കഴിഞ്ഞു വീണ്ടും ജീവിതത്തിലെ ഭാരങ്ങൾ കൊണ്ട് ഇതെന്താണെന്ന് ചിന്തിക്കാനൊന്നും എനിക്ക് നേരെയല്ല. എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്റെ ജീവിതത്തിലെ, പിന്നെ എന്തുകൊണ്ട് എന്റെ ഭർത്താവ് മരിച്ചു, നല്ലൊരു ഭർത്താവിനെ തരാമായിരുന്നല്ലോ, അപ്പൊ യേശുവിനൊരു ശക്തിയൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാസറിനെ ഉയർപ്പിക്കുന്നത് കണ്ടു. അപ്പൊ ലാസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലറയുടെ മുകളിൽ റൂമാലൊക്കെ കെട്ടിയ വലിയൊരു മനുഷ്യൻ, കല്ലറയ്ക്ക് അടുത്ത് ഒരു പുരുഷൻ 2 സ്ത്രീകൾ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അത് പിന്നീട് പുസ്തകം പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 11:43 ഇങ്ങനെ വചനം ലാസറിനെ ഉയർപ്പിച്ചത് ബൈബിളിലുള്ളതാണ് ഞാൻ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചത് യേശുവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്. അതായത് കല്ല് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്, കല്ലിന്റെ മേലെ ഒരു പൂട്ട് ഇങ്ങനെ കിടപ്പുണ്ട്, കല്ലറയ്ക്കകത്ത് തിരികെ പോലത്തെ തുണിയും അതിന്റെ അടുത്ത് ചില തുണികളും കിടക്കുന്നു. കല്ലറയുടെ അടുത്ത് തലയിൽ കൂടി വെള്ള ഇത് കെട്ടിയ റൂമാൽ പോലെ കെട്ടിയ വെള്ള ഇങ്ങനെ കെട്ടിയ 2 സ്ത്രീകൾ അതിന്റെ അടുത്ത് നിൽക്കുന്നതായി കാണാൻ, മാർത്തയും മറിയയും. പിന്നെ ഞാൻ ബൈബിൾ പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവം എനിക്ക് കാണിച്ചു തരാൻ ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കടദർശനം പോകുമ്പോഴാണ് ഞാൻ കാണുന്നത്, അതായത് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുന്നു. അതായത് ദാനിയേലിന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുന്നതായ കാര്യങ്ങൾ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുന്ന, അതായത് ഈ ദൈവം ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവമായി തീർന്നതാണ് ഇപ്പോൾ അന്ന് കാണാനിടയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ദിവസം കാണുന്നു, ഇങ്ങനെ 3 ബാലന്മാർ ഇങ്ങനെ തീ കുണ്ടത്തിൽ കിടക്കുന്നു. തീയുടെ അവസ്ഥ ഇങ്ങനെ കൂടുന്നു. വലിയൊരു കിണർ പോലത്തെ ഒരു സ്ഥലം, അതിൽ തീ ആളി കത്തുന്നു. അതിന്റെ മേലെ ഒരാളിങ്ങനെ വട്ടത്തിലെ കിണറിന് ചുറ്റും, കിണർ പോലത്തെ ഒരു സ്ഥലത്താണ് ഈ തീ കുണ്ട ഉള്ളത്. ഒരാൾ മേലെ കൂടി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പടച്ചട്ടലിട്ടിട്ട് 2 പേരിങ്ങനെ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ഒരു കത്തി എരിഞ്ഞ് വീഴുന്നത് ഈ രംഗം ദൈവം എനിക്ക് കാണിച്ചു തരാനിടയായി. സ്തോത്രം. അപ്പൊ അങ്ങനെ ശദ്രക് മേശക്ക് അബേദ്നെഗോവിനെ തീകുണ്ടത്തിന് വിടുവിച്ചു. എന്നാൽ താഴെ 3 പേര് കിടക്കുന്നുണ്ട്. അവർക്ക് തീയിൽ യാതൊന്നും ഏശാതെ അവരെങ്ങനെ താഴെ ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാനിടയായി. അങ്ങനെ ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ 3:25 ഈ വചനം ഉള്ളത്. അങ്ങനെ ആ വചനപ്രകാരം തന്നെ ദൈവം എനിക്ക് ദർശനം തരുവാൻ ഇടയായി. അത് മാത്രമല്ല, പിന്നെ ഞാൻ കാണുന്നത് എന്താ പറഞ്ഞാൽ പത്രോസിനെ കാരാഗ്രഹത്തിന് വിളിക്കുന്ന കാണാനിടയായി. അതായത് പത്രോസിന്റെ സ്ഥാനത്തുനിന്ന് ഒരു വ്യക്തി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വാതിൽ തട്ടുന്നു. അതിന്റെ അടുത്തൊരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ആ വാതിൽ തുറക്കാൻ പോയിട്ട് ഇങ്ങനെ പുറകോട്ട് വരുന്നു. പത്രോസ് വന്ന് വാതിൽ തട്ടിക്കൊണ്ടിരിക്കുന്നത്. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവമാണ് എന്നെയും വിടുവിച്ചത്. അങ്ങനെ പത്രോസിനോട് കൂടി ഇരുന്ന ദൈവം എന്നോട് കൂടി ഇരുന്നെന്ന് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഇതും കഴിഞ്ഞു. വീണ്ടും കുറച്ചുനാൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, ഇസ്രാക്കിന്, അതായത് അബ്രഹാം ഇസ്രാക്കിനെ യാഗമർപ്പിക്കുന്നു. വലിയൊരു വിറക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ നാട്ടിലൊക്കെ പണ്ട് എന്റെ നായന്മാരായിരിക്കുമ്പോ ഈ ഹോമകുണ്ടം കഴിക്കാനായിട്ടും അല്ലെങ്കിൽ യാഗം കഴിക്കാനായിട്ടും ഇങ്ങനെ ആടിനെ വെട്ടാനായിട്ടും ഒക്കെ ഇങ്ങനെ ഈ വിറകടിക്ക് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വിറകടിച്ച് വെച്ചിട്ട് കത്തി ഇങ്ങനെ ഓങ്ങുന്നൊരു വ്യക്തിയും, അത് മാത്രമല്ല ഈ അതിന്റെ കുറച്ചടുത്തായിട്ട് ഒരാട്ടിൻകുട്ടി കുരുങ്ങി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഈ കത്തി ഓങ്ങുന്നതൊക്കെ ഞാൻ കണ്ടു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയ സംഭവമാണ് ഞാൻ ഈ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ കുറച്ചുനാൾ വീണ്ടും പോകുമ്പോൾ ഞാൻ കാണുന്നു, ഒരു മുൾപ്പടർപ്പ് കെടുന്നില്ല, ആ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാ ഞാനാകുന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അവിടെ അതിന്റെ ആ മലയുടെ കുറച്ച് താഴ്വരയിലായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നു. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനായി. മുൾപ്പടർപ്പ് അത് എരിഞ്ഞു പോകുന്നില്ല, അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായ മുൾപ്പടർപ്പ് ഞാൻ കാണുവാൻ ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കാണുന്നത് ഇരിമ്യാവിന് ചെളിക്കുണ്ടത്തിൽ വീണ ഇരിമ്യാവിനെ ഇടുന്നത്. ആ ചെളിക്കുണ്ടത്തിൽ നിന്ന് കയറ്റുന്ന അവസ്ഥ പറഞ്ഞാൽ കഷ്ടത്തിൽ ഇങ്ങനെ തുണിയൊക്കെ വച്ച് കയറുകൊണ്ട് ഇങ്ങനെ കയറ്റി ആ കിണറ്റിന്ന് ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന അത് ഇരിമ്യാവെന്ന് എനിക്ക് അന്ന് പറഞ്ഞാൽ അറിയത്തില്ല. എങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, അത് അങ്ങനെ കയറ്റുന്ന അവസ്ഥ. ഇരിമ്യാവ് കാവൽപ്പുര മുറ്റത്ത് ഇരിമ്യാവനെ ഇട്ടിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഞാൻ കണ്ടു. ഇത് കണ്ടിട്ട് ഒന്നും യേശുവാണ് ഇത് കാണിച്ചു തരുന്നത്, ദൈവമാണ് എനിക്ക് നടത്തുന്നതെന്നും ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല.
കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും ഞാൻ കാണുന്നു. ഞാനിങ്ങനെ ബൈബിള് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, ഒന്നും വിചാരിക്കരുത്. 3-4 വർഷം ഞാൻ ദർശനങ്ങൾ ഓരോ ദിവസം കണ്ടതാണ് ഞാനിപ്പോ ഈ പറയുന്നത്. എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലെ അസ്ഥികളുടെ താഴ്വര. ഈ അസ്ഥിയിൽ നിന്നും ടിക്ക് 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ അസ്ഥികൾ ഇങ്ങനെ ഒന്നൊന്നാ വന്ന് ചേർന്നിട്ട് ഒരു ആൾ രൂപമായിട്ട് ഇങ്ങനെ തൊക്കെ ഞരമ്പും മാംസം വച്ച് പിടിപ്പിച്ചിട്ട് ആൾ രൂപമായിട്ട് ഇങ്ങനെ നടക്കുന്നത്, അവിടെ നിൽക്കുന്നത് കാണാനിടയായി. അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതും എസ്കേൽ 38-ൽ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പറഞ്ഞ പ്രകാരം ആ പുസ്തകത്തിൽ കർത്താവ് അസ്ഥികളെ ജീവിപ്പിക്കുന്ന ആ രംഗമാണ് ഞാൻ കണ്ടതെന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായം വായിക്കുമ്പോൾ അതിൽ കാണുന്നത് അത് എലീസ ശൂന്യംകാരത്തിയുടെ മകനെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ ആ രംഗം ഞാനിത് ഇങ്ങനെ കാണുകയാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു വ്യക്തി, ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുക, വ്യക്തി ഇങ്ങനെ ഒരു മകന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കമന്ന് വീഴുന്നു, എന്നിട്ട് വീണ്ടും എണീക്കുന്നു, വീണ്ടും കമഴ് വീഴുന്ന അവരവസ്ഥ. എന്നാൽ ഈ മകനെ എലീശ ശൂന്യംകാരത്തിക്ക് ജീവനുള്ള മകനായിട്ട് മരിച്ചുപോയ മകനെ തിരികെ കൊടുത്തു. ആ രംഗം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇത് കാണാൻ ഇടയായി. ഇത് ഒന്ന് തന്നെ ഞാൻ മേടിച്ചിരുന്നാൽ എനിക്ക് സമയം പാടാത്തതെന്ന് ഞാൻ പറയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഇത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുന്നു. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന അട്ടയും പുഴുവും പാമ്പും അസ്ഥികളുടെ ഇങ്ങനെ കൂട്ടവും കായി കിടക്കുന്ന ഒരു ദ്വീപിൽ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു. ഇതിന്റെ ഒന്നും അർത്ഥം അറിയില്ല, ഇത് ആരാന്നറിയത്തില്ല, ഇതെന്താ ഞാൻ കാണുന്നത് എനിക്കറിയത്തില്ല. അതും കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ കഴിയുമ്പോൾ വീണ്ടും ഞാൻ കാണുന്നതാണ് ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് 3-4 പേര് കൂടി കയറ് കെട്ടി ഒരു പെട്ടി ഇങ്ങനെ താഴേക്ക് ഒരു കട്ടിൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നു. എന്നാൽ ഇത് പക്ഷപാത രോഗിയെ ഇങ്ങനെ ഇറക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കാണുന്നു സ്തേഫാനസിനെ കല്ലെറിയുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നത് അങ്ങനെ കാണാനുണ്ടായി. പല പ്രാവശ്യം ഇങ്ങനെ സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് അവിടെ ആവതനായിരിക്കുന്നതും ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ തുണി അതിനെ കുറച്ച് അകലം വിട്ടിട്ട് ഒരു വ്യക്തിയോടെ നിൽക്കുന്നു. എന്നാൽ തുണി കാത്തുകൊണ്ടിരിക്കുന്ന പൗലോസിനാണ് ഞാൻ കണ്ടതെന്ന് ഈ ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. അതിന്റെ കൂടെ തന്നെ യോഹന്നാന് തിളച്ച എണ്ണയിലിടുന്നത് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. യോഹന്നാന് തിളച്ച എണ്ണയിലിടുന്നത് ഒരു വലിയൊരു വാർപ്പ് പോലത്തെ, അതായത് ഇന്ന് സദ്യക്കൊക്കെ കൊണ്ടുപോണ വാർപ്പ് പോലത്തെ ഒരു വലിയൊരു പാത്രം. ആ പാത്രത്തിൽ നിറയെ എണ്ണ കടന്ന് തിളയ്ക്കുന്നു. അതൊരു വ്യക്തി ഒന്നും ആകാതെ അങ്ങനെ നിർഭയനായിട്ട് അതിനകത്ത് കിടക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടു. അത് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ഇതെല്ലാം ഞാൻ കാണുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഇത് കാരണം ക്രിസ്ത്യാനിത്വം എന്താന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതെല്ലാം വിട്ടു തള്ളി. അത് തന്നെയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതെല്ലാം കണ്ട് അങ്ങനെ കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഈ ദേവദാസന്മാർ വീട്ടിൽ കടന്നു വരുന്നത്. അതിന് മുമ്പ് കണ്ട കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴും ഇവരോട് ഞാൻ ഇങ്ങനെ കണ്ട കാര്യമോ ഒന്നും ഞാൻ ഇവരോട് പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഇല്ല, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഭർത്താവ് എന്തുകൊണ്ട് മരിച്ചു എന്നൊന്നും ഞാൻ അവരോട് ചോദിക്കുന്നില്ല. അങ്ങനെ കുറച്ചുനാൾ വീണ്ടും പോയി അങ്ങനെ വെക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ദിവസം കൂടി ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ പ്രാവശ്യം അവർ കടന്നു വന്നെന്ന് പറഞ്ഞല്ലോ. ആ 3-ാമത്തെ പ്രാവശ്യം അവർ കടന്നു വന്ന സമയത്ത് സിസ്റ്റർ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, സിസ്റ്റർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ അവിടുന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാനൊരു നായർ കുടുംബത്തിൽ പറഞ്ഞൊരു വ്യക്തിയല്ലേ, ഞാൻ എന്തിനാ ഇതിലേക്ക് പോണത്, അപ്പൊ എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാനിടയായി. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ 2ാമത്തെ മകനാണ് എന്നോട് ഇങ്ങനെ ഒരു ദിവസം പറയാൻ ഇടയായത്. അമ്മ 2-3 പ്രാവശ്യം അവരൊന്നും വിളിച്ചില്ല, അമ്മ ഒരു ദിവസം പോയി നോക്കുക, അവനൊരു വിശ്വാസിയല്ല, അവൻ 5-ഓ 6-ഓ അങ്ങോട്ട് പഠിക്കുകയാണ്, അവന്റെ വിശ്വാസത്തിൽ പോലും ഇല്ല, അവൻ ഇവിടെ പാസ്റ്റർമാരുടെ വില എന്താന്ന് അവൻ അറിയത്തില്ല. അങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ ഞാനിത് കൊച്ചു പയ്യനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വില അത്ര വച്ചില്ലെങ്കിലും ഒരു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒന്ന് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് സാധനം വാങ്ങാൻ വേഗെടുത്തോണ്ട് കടയിൽ പോണ കൂട്ടത്തില് ഇവരുടെ അടുത്തൊന്ന് കയറാം, അവിടെയാണ് അവർ താമസിക്കുന്നത്, അവരുടെ അടുത്ത് കയറാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ്, കാരണം പല പ്രാവശ്യം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് കയറാന്നും പറഞ്ഞ് ഞാൻ അവിടെ കയറാനിടയായി. അവിടെ കയറുമ്പോൾ അവിടെ ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, 2-3-4 പേരേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അല്പസമയം ഞാനിരുന്നപ്പം അവർ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എന്തായിരിക്കുന്നു. എന്നാൽ 3-ാമത്തെ ദിവസം വന്നിട്ട് ഒരു പാട്ട് 2 പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അനുഗ്രഹത്തിന് അധിപതി എന്ന പാട്ടാ. അതിന്റെ 2 വരി പാടുമ്പോൾ എന്റെ ഹൃദയം തകർന്ന് കണ്ണിക്കൂടി ഇങ്ങനെ ധാരധാരയായി കണ്ണുനീര് ഒഴുകാനിടയായി. ഞാൻ കരയുന്നില്ല, പക്ഷെ എന്റെ ഇങ്ങനെ കണ്ണുനീര് ഒഴുകുക.
അപ്പൊ ഞാൻ തന്നെ ഒരു നിമിഷം നാണക്കേട് തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. അപ്പൊ ഇവര് കാണാതെ മറിഞ്ഞ് ഞാൻ വാതിലിന്റെ അവിടെ മറിഞ്ഞു നിന്നിട്ട്, അയ്യോ ഞാൻ കരയുന്നില്ല, അയ്യോ എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് അന്ന് കണ്ണുനീര് അടക്കാൻ പറ്റാതെ കണ്ണുനീര് ഒഴുകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ചർച്ചിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ തള്ളിടുമോ ഏഴ് എന്നെ തീരുമോ നിന് സ്നേഹം എന്നിൽ, പാരിടമാം പാഴ്മണലിൽ പാർത്തിടിഞ്ഞാൻ നിന്തണലിൽ, മരണദിനം വരും അളവിൽ മറഞ്ഞിടിഞ്ഞാൻ നിൻ മാറുവിടത്തിൽ. ഈ ഈരടിയാണ് എന്നെ സ്പർശിച്ചത്. കാരണം എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഈരടിയായിരുന്നു അത്. ഈ ഈരടി എന്നെ സ്പർശിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ആണ് എനിക്കൊരു അനുതാപ തകർച്ച എന്നുണ്ടായത്. അപ്പൊ അത് എന്തുകൊണ്ടാ വന്നതെന്നും ഈ വചനം എന്നെ സ്പർശിച്ചൊന്നും പറയാനൊന്നും എനിക്ക് അന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചർച്ചിലേക്ക് ഒരു ദിവസം കടന്നു വരുമ്പോൾ അവിടെ ഈ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടു. യേശുവിന്റെ രക്തം സകല പാവങ്ങളെയും പൊക്കി ശുദ്ധീകരിക്കുന്നു. അതായത് യേശു മരിച്ചത് നമ്മുടെ സകല മാനവജാതികളുടെ പാവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് യേശു കുരിശിൽ മരിച്ചു 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ യേശു നമ്മുടെ പാവത്തിന് വേണ്ടി മരിച്ചു. അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി, അയ്യോ ഞാനിത് സ്വപ്നം കണ്ട കാര്യം ഇവർക്ക് എങ്ങനെ അറിയാം? ഞാൻ സ്വപ്നം കണ്ടതാണല്ലോ, ഇതെങ്ങനെ ഇവര് മനസ്സിലാക്കി? കാരണം അന്ന് എനിക്ക് സാമ്പത്തികമില്ല, പച്ചരിക്കഞ്ഞിയും കാന്താരിയും കുടിക്കുന്ന ഒരു സമയമാണ്. ജോലിയുടെ അധ്വാന ഭാരത്തിൽ എനിക്ക് വരാൻ സമയമില്ല. ആ പാഷന്മാർ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിലാണ് അന്ന് ചർച്ച, ഇന്ന് വരെ ചർച്ച കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് ഇവര് പറഞ്ഞത് അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് പശുവുണ്ട്, 3 മക്കളെ എനിക്ക് നോക്കണം, എന്തൊക്കെ ഞാൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇവർക്ക് വിളിച്ചാൽ മതിയല്ലോ, ഞാൻ എങ്ങനെ പോകും? എനിക്ക് സമയമില്ല. എല്ലാ ദൈവവും ഒന്ന് എന്നെന്ന് പറഞ്ഞ് അവരെ വിട്ടതാണ്. പിന്നെ ഇത് വന്നപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. 2ാം പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ കടന്നു വന്നു. അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഒരു വചനം പറഞ്ഞു, ചന്ദ്രക്ക് മേശക അഭേദഗോവിന്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അതായത് ദാനിയേൽ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വചനം തന്നെ ഒരു അന്നെടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഇത് ഞാൻ കണ്ടതാണല്ലോ, ഇത് ഇവർക്ക് എങ്ങനെ അറിയാം? ഞാൻ ആരും ഒറ്റ മനുഷ്യരോട് പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അവള് കണ്ടോ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഇത് ഇന്ന കാര്യമാ പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിലും ഒന്ന് മേടിച്ചിട്ട് ഇത് ഒറ്റ മനുഷ്യരോട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം 1994 ഡിസംബർ 31-ാം തീയതി ഒരു മീറ്റിങ്ങിന് വരെ വിളിച്ചു. അതായത് അന്നത്തെ പ്രയറില് ഉണ്ടല്ലോ, ഓൾ നൈറ്റ് പ്രയർ, പ്രാർത്ഥനയും ഉണ്ടല്ലോ, പുതുവർഷത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ. ആ മീറ്റിങ്ങിന് ഞാൻ ആരോടും ചോദിച്ചില്ല, ആരോടും അനുവാദം ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ കടന്നു പോകാനിടയായി. അതായത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18:19 ഇങ്ങനെ പറയുന്നു, എന്റെ ദൈവരാജ്യ നിമിത്തം ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ എന്ത് തന്നെ വീടോ സമ്പത്തോ എന്ത് നഷ്ടമായാലും ഈ ലോകത്തിൽ 10 മടങ്ങും വരാമോണ ലോകത്തിൽ സ്വർഗരാജ്യം തരാമെന്ന് ലൂക്കോസിന്റെ വചനമുണ്ട്. അപ്പൊ ഞാൻ ഈ വചനം അന്ന് അറിയില്ലെങ്കിലും ഞാൻ അന്ന് ഇങ്ങനെ, അതായത് എന്നെ കേൾക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വചനം പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ദർശനം ഞാൻ കണ്ടതാ. അപ്പൊ ഞാനിനി അത് എന്നോട് ദൈവം സംസാരിച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ രക്തം എന്നെ സകല പാവങ്ങളെയും കൂട്ടി ശുദ്ധീകരിക്കുന്നു എന്ന് എനിക്ക് കാണിച്ചു തന്നതായിരിക്കണം. ഇത് ആർക്കും കിട്ടാത്തൊരു കാര്യമല്ലോ. 31-ാം തീയതി ഞാൻ പോകുമ്പോൾ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു. ചെറിയ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, അയ്യോ എനിക്കിങ്ങനെയാണെങ്കിൽ എന്തോരം എനിക്ക് പറയാനുണ്ട്, ഞാൻ എന്തെല്ലാം കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് സമയം പോരാ. അപ്പൊ ഞാൻ അന്ന് 31-ാം തീയതി രാത്രിയില് കരഞ്ഞുകൊണ്ട് എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കാനിടയായി. അപ്പോൾ അങ്ങനെ അന്നാണ് 1994 ഡിസംബർ 31-നാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഞാൻ പരമാർത്ഥത്തോടുകൂടി തന്നെ കർത്താവിനെ സ്വീകരിച്ചു. എന്ത് വന്നാലും അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ പണ്ട് ചെന്നൈ നരകത്തിൽ. അപ്പൊ ഞാൻ ഇന്ന് ജീവിക്കുന്നത് യേശു ജീവിക്കുന്നുണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ജീവിക്കണമെങ്കിലോ ക്രിസ്തു, മരിക്കുന്നെങ്കിലോ ലാഭം എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കുന്നുള്ള ഉടമ്പടി മനുഷ്യരുമായിട്ടല്ല ദൈവവുമായിട്ട് ഞാൻ ചെയ്യാനിടയായി. സാമ്പത്തികം പറയാനൊന്നുമില്ല, ആരോടും സമത്വം പറയാനൊന്നുമില്ല, വലിയ എഡ്യൂക്കേഷൻ പറയാനില്ല, വേറെ ഒന്നും തന്നെ ഇല്ല, ഒരു സ്ഥാനമാനം ഒന്നും എനിക്ക് പറയാനില്ല. ആ സമയത്ത് ഇത്ര വലിയ യേശുവിനെ യേശു എന്നെ തേടി വന്നല്ലോ, ഇത്ര വലിയ രക്ഷ എനിക്ക് കിട്ടിയല്ലോ, ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ലാത്തൊരു സാക്ഷ്യവും അനുഭവമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അന്ന് കർത്താവിനെ സ്വീകരിച്ചു. എന്നാൽ ബന്ധുമിത്രാദികളിൽ നിന്നുള്ള എതിർപ്പ് അനേകമായിട്ട് വന്നു. ഈ കർത്താവിനെ സ്വീകരിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ റോമർ 10:9 പറയുന്നു, ഹൃദയം കൊണ്ട് സ്വീകരിച്ചു വാവുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന്, യേശു മരിച്ചതിൽ ഉയർത്തെഴുന്നേറ്റ് പോയി. അതുകൊണ്ട് ഈ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
വാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ രക്ഷിക്കപ്പെട്ട ദിവസത്തിൽ ആണ് ജീവോസിൽ ഇങ്ങനെ ജീവോസിൽ പെരുതി കാണത്ത ഏവരെയും തീപ്പൊകി തള്ളിയിടും എന്ന്. അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്തു, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് അന്ന് മുതൽ പിന്നെ ഈ ആരാധനയ്ക്ക് പോകാനും ഒക്കെ ഇടയായി. എന്നാൽ ബന്ധുമിത്രാദിലെ അടുത്തുനിന്ന് ഒത്തിരി എതിർപ്പ് വന്നു. ബന്ധുമിത്രാദികൾ ഈ എതിർപ്പൊക്കെ എങ്ങനെ പറയുമ്പോൾ, ഞാനന്ന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവരാരും എന്നെ രക്ഷിക്കത്തില്ല. ഇവരാരും എനിക്ക് അത്ര നാൾ ഞാൻ തിന്നോ കുടിച്ചോ ഞാൻ എന്തെങ്കിലും കഴിച്ചോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടാലും വീടോ ഒപ്പനം അമ്മ എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവല്ലേ എന്നെ രക്ഷിച്ചത്. അപ്പൊ ഇനി ജീവിക്കണമെങ്കിൽ യേശുവിന് വേണ്ടി മാത്രമേ ജീവിക്കാവൂ എന്ന് പറഞ്ഞ് എല്ലാത്തിനെക്കാട്ടി ഉപരിയായി ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ ഇടയായി. അത് മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുനാൾ പോകുമ്പോൾ കഷ്ടവും ദുരിതമാണെങ്കിൽ ഇങ്ങനെ ഒന്നും നോക്കാതെ തന്നെ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ ഓടണമെന്ന് പറഞ്ഞ് നോക്കാനുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചില ദൂതന്മാരുടെ ചില ഇടപാടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം ഞാൻ അതായത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, ആരോടും കഷ്ടം പറയാറില്ല, ആരോടും കഴിഞ്ഞിട്ടാൻ പോകാറില്ല. അതിനൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ജീവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തണം, പച്ചരിക്കഞ്ഞിയും കാന്താരിയും കൊടുത്തിട്ട് സ്കൂളിൽ പഠിപ്പിക്കണം, ഇങ്ങനെ ഭയങ്കര കഠിനാധ്വാനം, അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഒരു ദൂതൻ വന്ന് എന്നോട് പറയാണ്, നീ മത്തായിയുടെ സുവിശേഷം 21 എടുത്ത് വായിച്ചു നോക്കുന്നു. അന്ന് ദൂതൻ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ദൂതൻ ആരാന്ന് അറിയത്തില്ല, ചർച്ചിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്ക് അത് വായിക്കുന്നില്ല. വീണ്ടും ഒരു ദിവസം ഇങ്ങനെ തന്നെ അതേ ദൂതൻ തന്നെ വന്ന് എന്നോട് പറയുകയാണ്, നീ യെശയ്യാ പ്രവചനം 55 8, 9 എടുത്ത് വായിക്കുന്നു പറഞ്ഞു. അതും ഞാൻ വായിക്കുന്നില്ല, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഈ വന്നത് വലിയൊരു പുരുഷന്റെ മാതിരി ഐറ്റം വെയിറ്റോടെ ഒരാള് എന്റെ കിടക്കുമ്പോൾ എന്റെ കട്ടിലെ തലക്കാമറത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ ഇന്ന മത്തായിയുടെ ശേഷം 21 എടുത്ത് വായിക്കും, യെശയ്യാ പ്രവചനം 55 8, 9 എടുത്ത് വായിക്കും. ഇത് ഇതിനെപ്പറ്റി ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അത് മാത്രമല്ല, പിന്നെ ഒരു ദിവസം വീണ്ടും അതേ ദൂതൻ തന്നെ വന്നിട്ട് എന്നോടൊന്ന് രാത്രി പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, യെശയ്യാവ് 60:1 എടുത്ത് വായിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ സ്നാനപ്പെടുന്നു. ഇതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് പാസ്റ്ററോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ സ്നാനപ്പെടുന്നു. സ്നാനപ്പെടുമ്പോൾ എന്റെ ഹൃദയത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചിന്ത, അന്ന് എനിക്ക് ഒത്തിരി വചനമൊന്നും അറിയത്തൊന്നുമില്ല. എന്റെ ചിന്ത, ഇതൊക്കെ ബൈബിളിലെ കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ, ഇതൊക്കെ ഉള്ളതാണോ ഈ പറയുന്നത്, ഇതൊക്കെ വെറുതെ അല്ലേ എന്ന്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സംശയം പിശാച് എന്റെ ഹൃദയത്തിൽ സംശയം കൊണ്ടിട്ടു. ഈ സംശയം അന്ന് രാത്രി എന്നെ ദൈവം എത്രയോ സ്നേഹിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമാണ്. അന്ന് രാത്രി ഞാൻ കടന്നുറങ്ങുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു, നീ ഭൂമിയിൽ കെട്ടപ്പെട്ടത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കപ്പെട്ടത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പൊ ഇത് ഞാൻ ശരിക്കും എന്റെ ചെവി കൊണ്ട് എന്നിൽ കൂടി തന്നെ പറയുന്നത് ഞാൻ കേൾക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ചർച്ച വന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ പാസ്റ്റർ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, അതെന്തായിരിക്കുന്നത്. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 18:18 ഈ വചനമാണ് പറഞ്ഞത് എന്നിങ്ങനെ എന്നോട് പറയാനിടയായി. അപ്പൊ എനിക്ക് അതിശയം തോന്നി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചു, ഇത് വെറുതെ അല്ലേ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ബൈബിളിലുള്ള അക്ഷരങ്ങള്, ഇതൊക്കെ കാര്യമാണോ ഈ പറയണമെന്ന് ഞാൻ ചിന്തിക്കാൻ ഇടയായി. അപ്പൊ അതിന്റെ സംശയം തീർക്കാനാണ് എന്നിൽ കൂടെ തന്നെ ഉള്ളുന്ന ദേവാത്മാവ് ഇങ്ങനെ സംസാരിച്ചത്, നീ ഭൂമിയിൽ കെട്ടപ്പെട്ടത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കപ്പെട്ടത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഞാൻ ഭൂമിയിൽ ദൈവനാമത്തിൽ വേണ്ടി ഇവിടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ സ്വർഗത്തിൽ അത് അഴിഞ്ഞു തന്നെ ഇരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഈ വചനം എന്നിൽ കൂടി തന്നെ ദൈവം സംസാരിച്ചല്ലോ എന്ന് എനിക്ക് ഒന്ന് ചിന്തിക്കാനിടയായി. അപ്പൊ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി, ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിന് മാത്രം ഞാൻ എന്തുള്ളൂ ഇത്രത്തോളം സ്നേഹിക്കാൻ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാൾ കൂടെ പോകുന്ന സമയത്ത് ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ആരാധിക്കുന്നവരെ എനിക്ക് ആരാധിക്കാൻ സമയമില്ല, മക്കളെ വളർത്തണം. ഞാൻ അതുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ തന്നെ സാരിത്തുമ്പേ 2 വചനം എഴുതി കെട്ടിയിട്ട് പോകുന്ന വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഈ വചനം മനഃപ്പാഠമാക്കും. ജോലിയിൽ 1 മണിക്കൂർ ലീവ് ഉള്ളപ്പോൾ ഞാൻ
ഒതുങ്ങി മാറിയിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ആത്മീയത്തിൽ എനിക്ക് വളരണം, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓരോരോ വീട്ടിലൊക്കെ എൻ്റെ അനുഭവസാക്ഷ്യം പറയാനായിട്ട് പാസ്റ്റർ കുടുംബമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്തൊക്കെ എനിക്ക് അവസരം തരുമായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ എനിക്കത് പോരാ, എനിക്കങ്ങ് ഭയങ്കര ആർത്തി. ഞാൻ എങ്ങനെയൊക്കെ ഇനി എൻ്റെ ജീവിതം കുറെ കാലം നഷ്ടപ്പെടുത്തിയല്ലോ, ഇനി എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റുക, എന്റെ മൊത്തം ചിന്ത എനിക്ക് ജീവിക്കുന്നത് യേശുവിന്റെ മാത്രമെന്നുള്ള ആ ആർത്തി തന്നെ ഞാൻ ചിന്തിക്കാനുണ്ടായി. ലീവ് ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ ലീവ് എടുക്കാതെ എൻ്റെ ലീവ് എടുത്താൽ എനിക്ക് മെഡിക്കൽ ഷീറ്റ് കിട്ടും. പക്ഷെ അത് എടുത്തിട്ട് ഞാൻ കർത്താന്റെ വേല ചെയ്യണത് തെറ്റാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ ലീവ് എടുക്കും, കർത്താന്റെ വേലയ്ക്ക് പോകും. ആഴ്ചയിൽ ഒരു ദിവസം മക്കളെ വളർത്തണമല്ലോ. അപ്പൊ അതിനുശേഷം അതിന്റെ പൈസ മെഡിക്കൽ ഷീറ്റ് ഞാൻ കൊടുക്കൂല. അങ്ങനെയൊക്കെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറായി. ഇങ്ങനെ മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായത് എന്റെ സാക്ഷ്യം തന്നെ മറ്റുള്ളവർക്ക്, എന്റെ അടുത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഞാൻ ഓരോ ദിവസം ഞാൻ പറയാനിടയായി. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം 2000 വർഷം എന്ന് പറഞ്ഞ ആ 2000 ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള ഇതില്, കർത്താവിന്റെ വേല ഇനി എനിക്ക് അല്പകാലമേ ഉള്ളല്ലോ, എന്ത് പറഞ്ഞാലും എനിക്ക് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഒരു തീരുമാനം എടുത്തു. ആ ചെളിവെള്ളിന്റെ പ്രദേശത്ത് ഞാനിപ്പം ഇവിടെ ആയിരിക്കുന്ന ഈ ചെളിവെള്ളിന്റെ പ്രദേശത്ത് തന്നെയാണ് ഒരു 21 സുവാസം ഉണ്ടായിരുന്നു. പാസ്റ്റർ അതായത് സെൻട്രൽ പാസ്റ്റർ ഇപ്പോൾ ചുരുക്കുന്ന 1-2 മാസമേ ആയിട്ടുള്ളൂ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ട്. ആ പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഇപ്പൊ അതിന്റെ അതേ ഇതിൽ നിൽക്കുന്ന വേറൊരു പാസ്റ്ററിന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ നിന്ന് ഇത് പറയുന്നത്. അങ്ങനെ 2000 ഇവിടെ 21 ദിവസം ഉപവാസം വച്ച് ഞാൻ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി ആ മരിച്ചുപോയ ആ പാസ്റ്റർ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ദാഹത്തില് അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ ഇടയായി. എന്ത് തിന്നു എന്ത് കുടിക്കുന്നു ഞാൻ നോക്കിയില്ല. ഞാൻ കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ വേല ചെയ്യാൻ കാരണം ദൈവം എന്നോട് പറഞ്ഞു, എളിയവരോട് സത്യവർത്തമാനം ഘോഷിക്കാൻ ഞാൻ നിനക്ക് ശിഷ്യന്മാരെ നാവുന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ ചർച്ചിൽ പോകുമ്പോൾ ഒരു ദിവസം ഒരു ദേവദാസി ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. അത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്ന അധികാരം എനിക്ക് ദൈവം രാത്രി ദൂതം വന്നെന്നോട് പറഞ്ഞതാണല്ലോ മത്തായി 21 വായിക്കുന്നു. ഞാനത് വായിച്ചിട്ടില്ല. ഈ ദേവദാസം പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എടുത്ത് വായിച്ചു, പ്രസംഗം കേട്ടു. പക്ഷെ അതിൽ കർത്താവിന്റെ വേല ഞാൻ ചെയ്യണം എന്നുള്ളതാണ് ദൂതനെ കൊണ്ട് ദൈവം എന്നോട് പറയിച്ചത്. ആ 21 അധ്യായത്തിൽ ഇങ്ങനെയാണ് അതിന്റെ വചനം കിടക്കുന്നത്. വീട് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിನಲ್ಲಿ സംഭവിച്ചു, മനുഷ്യന്റെ വീട്ടിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് 42. അതേപോലെ 21 അധ്യായത്തിൽ വേറെ കിടക്കുന്നത്, ഞാൻ അനേകം കഴുതകളെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്, നീ അനുപ്പയെ അഴിച്ചുകൊണ്ട് വരിക, എന്തെന്ന് ചോദിച്ചാൽ ഗുരു നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ പറയണം. ഇതാ വചനത്തിൽ കിടക്കുന്നു. അവിടുന്ന് നിന്റെ ആലയം സകല ജാതിക്കുള്ള പ്രാർത്ഥനയിലെന്ന് വിളിക്കപ്പെടും. ഇതൊക്കെ എന്നോട് സംസാരിച്ചു, വ്യക്തമായിട്ട് ദൈവം സംസാരിച്ചു. അന്നൊന്നും ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ വിശ്വാസം വരില്ല. അതിനെ ദൈവം ദൂതനെ വിട്ട് പറയിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയാൻ, ഞാൻ വായിക്കാനും ദേവദാസന്റെ കൂടി പ്രസംഗം കേൾക്കുവാൻ എനിക്കിടയായി. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഞാൻ ഈശോയുടെ വേലയ്ക്ക് പോകാൻ തയ്യാറായതല്ല. എങ്കിലും ഈ വാക്കുകൾ കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ബാംഗ്ലൂർ മക്കളുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഒരു 21 ഉപവാസം നടക്കുന്നുണ്ട്. ഞാൻ അതിലും പങ്കെടുക്കാൻ ഇടയായി. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഇവിടെ ചിലര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ദേവദാസി കൂടി ഞാൻ കേൾക്കാനിടയായി. എന്നോടാണത് പറഞ്ഞത്, കർത്താവിന്റെ വേലയ്ക്ക് അയക്കുമെന്ന്. അപ്പോഴും ഞാനും പറയുകയാണ്, ദൈവമേ എനിക്ക് എന്നുള്ള ഇതില്ല, എനിക്ക് പറയാൻ അറിയില്ല, ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ പാസ്റ്റർമാരുണ്ടല്ലോ അവര് പറഞ്ഞോളും എന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് യെശയ്യാ ആണ് എന്നോട് ദൈവം സംസാരിക്കുന്നത്. യെശയ്യാ 6:1. അതായത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം അടുത്തിരിക്കുന്നു. 61 പറയുന്നു, എളിയരോട് സദർത്തമാനം ഘോഷിക്കാൻ ഞാൻ നിനക്ക് ശിഷ്യന്മാരുടെ നാവ് വന്നിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പോയി പറയുക. അപ്പൊ എനിക്ക് അതായത് ഈ ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കും. എന്റെ നാവിൽ കർത്താവ് സുവിശേഷം തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് സുവിശേഷം പറയാൻ പറ്റുന്നത്. അങ്ങനെ ദിവസങ്ങളിൽ പോയി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. പക്ഷെ പച്ചരി കഞ്ഞിയാണ്. എനിക്ക് നിവൃത്തിയില്ല. മക്കളൊന്നും ജോലിക്കായിട്ടില്ല. മക്കളെ എനിക്ക് എങ്ങനെ പോറ്റണം എന്നറിയില്ല. എങ്കിലും മൂത്ത മോനും എല്ലാം ഒന്ന് 10+1 കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂരിന്റെ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. മറ്റു മകളരുണ്ട്, അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസങ്ങളിലാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നു, തീ കൂടി കടന്നാൽ നീ വെന്തു പോകില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ നോക്കാൻ കഴിയില്ല, നീ നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് രാത്രിയിൽ 3-ാമത്തെ ദിവസവും പ്രാവശ്യവും അതേ ദൂതം എന്നോട് പറയുന്നു. ആ സമയത്ത് ഞാൻ ഓർത്തു, നല്ലതാ, രാവിലെ എണീച്ച് അന്നെന്നും കാണാതെ ഒരു പാട്ട് എനിക്ക് അന്ന് അറിയത്തില്ല.
പക്ഷെ ഞാൻ രാവിലെ എണീച്ചിട്ട് പാഠ്യപുസ്തകം എടുത്ത് നോക്കുമ്പോൾ ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ, രോഗത്തിൽ സൗഖ്യദായകൻ, എന്നാൽ ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ. തീയിലേക്ക് കടന്നാൽ നീ വെന്തു പോകില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയില്ല, നീ നിന്നെ തന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ഈ പാട്ട് കിട്ടിയത് അപ്പം എനിക്ക് ഒരു ദൂതം വന്ന് പറഞ്ഞത് ഇതാണ്, ഈ പാട്ട് കിട്ടിയത് ഇതാണ്. അപ്പൊ നല്ലതാ, ദൈവം എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. അതുപോലുള്ള സംസർഗം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ സംസ്കൃതത്തിൽ കൂടിയാണ് ദൈവത്തിന് ഞാൻ പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. എന്നാൽ ബൈബിൾ വായിക്കാൻ തുറന്നപ്പോൾ യെശയ്യാപ്രവചനം 43 അധ്യായമാണ് ഞാൻ എനിക്ക് കിട്ടിയത്. അതിൽ 43 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തീ കൂടി കടന്നാൽ നീ വെന്തു പോകില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയില്ല, നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ അരുളപ്പാട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ പരിശുദ്ധനായ യഹോവ എന്നോട് അരുളി ചെയ്തപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇത്ര വലിയ സ്നേഹം ദൈവമേ എന്തോരം എനിക്ക് പകർന്നു തരുന്നത് എന്ന്. പക്ഷെ തീ തരാൻ പോകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും ദൈവം സംസാരിക്കൂ. പാട്ട് അതുപോലെ കിട്ടി, വചനം അതുപോലെ കിട്ടി, പിന്നെ ദൂതം വന്ന് പറഞ്ഞതും അതേ കാര്യമാണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്ക് അറിയാതിരുന്നത് കൊണ്ടും ഇത്രമേൽ ദൈവം എന്നെ സ്നേഹിക്കുന്ന ആ നല്ല ഭാഗം മാത്രം എടുത്തുകൊണ്ട് എനിക്ക് ഉള്ളിൽ വളരെ സന്തോഷം തോന്നി. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഒരു ദർശനം കാണുന്നു. എന്റെ വീട്ടിന്റെ പുറകിൽ ഒരു പെട്ടി കൂട്ടുന്നു ആശാരിമാരിരുന്നിട്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടു. പക്ഷെ അന്നൊക്കെ അധികം നാളായിട്ടില്ലാത്തത്, രക്ഷിക്കപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ലാത്തത് കൊണ്ടും അന്നേരം ഇതൊക്കെ ഒരു കാര്യം കണ്ടാൽ എങ്ങനെയാണത് ചിന്തിക്കേണ്ടത്, എന്താണ് എൻ്റെ അർത്ഥം, എൻ്റെ പൊരുൾ എന്താണ് എന്നൊന്നും ചിന്തിക്കാൻ എനിക്ക് ഇത്ര കഴിവില്ലാത്തത് കൊണ്ടും എന്തോ വിട്ടു, അങ്ങനെ ഞാൻ വിട്ടു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനുണ്ടായി. അപ്പോഴും എൻ്റെ ആൾക്കാരൊക്കെ എന്നെ അടിക്കാൻ വന്നു. ബന്ധുക്കോസ് പോയിട്ടാ എന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നു. എന്നാൽ തീയുടെ അവസ്ഥ വന്നു, പെരുവെള്ളത്തിന്റെ അവസ്ഥ വന്നു. എന്നാൽ ഈ കർത്താവിന്റെ ദർശനവും ഈ വചനവും ഈ പാട്ടും എനിക്ക് തന്ന അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ. തീയുടെ അവസ്ഥ വരും നിനക്ക്, പെരുവെള്ളം നിന്നെ കവിയില്ല. അതുകൊണ്ട് നിനക്ക് പെരുവെള്ളം കവിയും, പക്ഷെ നിന്നെ മുക്കിക്കളയില്ല. തീ കൂടി നീ കടക്കും, പക്ഷെ നീ വെന്തു പോകില്ല. എന്നൊക്കെ ഇത്ര വലിയ ഈ സ്നേഹ സ്വരൂപൻ എൻ്റെ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ, രോഗത്തിൽ സൗഖ്യദായകൻ, ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹ സ്വരൂപൻ വേറെ അനേക സ്നേഹ സ്വരൂപന്മാരെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. എവിടെ സഹായം കിട്ടുന്നു നോക്കി, ആരെയും കിട്ടിയില്ല. പൊന്നാനി സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഈ ലോകം തരാത്ത സമാധാനം നിനക്ക് തന്നേച്ചു പോന്നു, ഞാൻ പോലും നിനക്ക് പ്രയോജനം, ഞാൻ വീണ്ടും വരും നിന്നെ ചേർത്ത് കൊള്ളാൻ. ഇത് കർത്താവ് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കർത്താവിന്റെ രംഗസഹിതം ദൈവം എനിക്ക് ദർശനം തന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഹൃദയത്തിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ടും എന്തെല്ലാം വന്നാലും ഈ കർത്താവിനെ വിടാൻ എനിക്ക് പറ്റത്തില്ല. മരണം തന്നെ വരട്ടെ, പക്ഷെ ഈ മരണത്തോടുള്ള വന്നിട്ടാണല്ലോ എന്നെ വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ കർത്താവിനെ വിടാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കർത്താവില്ലെങ്കിൽ ജീവിതമല്ല, യേശു ഇല്ലെങ്കിൽ ഞാൻ വെറും സീറോ. എന്നിൽ നിന്ന് യേശുവിനെ മാറ്റിയാൽ ഞാൻ വെറും സീറോ എന്ന് മാത്രമേ ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ചില നാളുകൾ പോയി എൻ്റെ വീട്ടുകാരെ അടിക്കാൻ വന്നു, നീ ഇതിൽ പോയിട്ടാ അന്ന് എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്, എന്നെ അടിക്കാൻ വന്നു, നീ ഇതിൽ നിന്ന് മാറ്, എന്നാലേ ശരിയാവുള്ളൂ. ഞാൻ പറഞ്ഞു, യേശു ജീവിക്കുന്നുണ്ടാ ഞാനൊന്നും ജീവിക്കുന്നത്, അതുകൊണ്ട് നീ ജീവിക്കുന്നെങ്കിൽ യേശുവിനെ വേണ്ടി, മരിക്കുന്നെങ്കിൽ യേശുവിനെ വേണ്ടി മാത്രമാ എന്ന് പറഞ്ഞ് അവരല്ലെങ്കിലും എന്നെ സഹായിക്കുവോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ അതും അങ്ങനെയുള്ള അകൽച്ചകൾ വന്നപ്പോൾ ബന്ധുമിത്രാദിൽ ഞാൻ അകന്നു. അതായത് ഞാനെങ്കിൽ വന്ന് കർത്താവിനെ സ്വീകരിച്ചു. അതിനൊപ്പം ദൈവമായിട്ട് വരുന്നൊക്കെ അകറ്റി. വചനം പറയുന്നു, തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ ഇടയിൽ കാണുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പൂർണ്ണമായും എല്ലാത്തിലും ഒരു മാറ്റം എനിക്ക് ദൈവം തന്നു. പട്ടിണിയോ പരിതാപമോ ഒന്നും നോക്കിയില്ല. കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ നീ ഇറങ്ങിയിട്ട് എന്ത് തന്നെ നഷ്ടം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ വീണ്ടും തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു വീട്ടില്, അതായത് ചർച്ചിൽ പോണ സമയത്ത് എനിക്ക് ദൈവം ഒരു സ്വപ്നം തന്നു. ആ സ്വപ്നത്തിൽ ഇങ്ങനെ ഹൗസിംഗ് ബോർഡ് 24 നമ്പർ 24 എന്ന് പറയുന്ന നമ്പർ തന്നു. പക്ഷെ അവിടെ ഞാൻ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് എത്തിയ അവിടെ ഉള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറയാനുള്ളത്, എന്റെ വീട്ടില് ചർച്ചിൽ കടന്നു വന്ന ഒരു മദ്യപാനിയായ ഒരാളും ഒരു മോളും കൂടെ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് ഞാൻ സൗർ കമ്മിൽ വന്ന് താമസിക്കാനിടയായി. അപ്പം മദ്യപാനിയാണ്. അപ്പനെ ഭാര്യ ക്യാൻസർ രോഗത്താൽ മരിച്ചു.
അല്ല, ഈ മകള് ഇങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ 1 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് എൻ്റെ വീട്ടില് വാടകയ്ക്ക് അപ്പൻ മോളും കൂടെ വന്നു. മോള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അപ്പം മദ്യപാനിയാണ്. എന്നാൽ വന്ന് 1-2 മാസം കഴിഞ്ഞപ്പോൾ വേറെ വിവാഹം കഴിക്കാനുള്ള പ്ലാനാണ് അപ്പനുള്ളത്. അപ്പൊ 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മകള് വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ, ആന്റി പിന്നെ അച്ഛൻ വരെ കല്യാണം കഴിക്കാൻ പോവാ, ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, അച്ഛൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ കൂടെ പോയാൽ മദ്യപിക്കുന്ന അച്ഛനാ നിന്നെ വല്ല മദ്യപാനികൾക്കും കെട്ടിച്ചു കൊടുക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്ത്, വേറെ ആരും തന്നെ ഒരു കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ എന്റെ കൂടെ നിൽക്കി, ഞാൻ കുടിക്കുമെങ്കിൽ നിനക്കും തരാം. പക്ഷെ ഇതൊക്കെ ഉള്ളൂ, വലിയ രുചിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ സഹിക്കണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കണക്കാക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിർത്താനിടയായി. അപ്പൻ പറഞ്ഞ ഡേറ്റിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണം കഴിച്ചിട്ട് വേറെ വീടെടുത്ത് മാറി, ഇവള് പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നു. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ വിവാഹപ്രായമായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറയാം. ഒരു 2 വർഷം പോലും തികച്ചു നിന്നില്ല. ആ സമയത്ത് ദൈവം എനിക്കൊരു ദർശനം തരുന്നു. ഒരു പുഴയില് ഈ കല്ലിന്റെ അടുത്ത് ഇവിടെ നിന്ന് കുടിക്കണം, ഈ പെൺകുട്ടി കുടിക്കുന്ന സമയത്ത് ഒരാൾ പ്രാഗൽഭ്യത്തോടെ ഉത്തരവാദിത്തോടു കൂടി വന്ന് നിൽക്കുന്നത് ഇങ്ങനെ കാണാനിടയായി. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ സ്വപ്നത്തിലെ ഞാൻ ഇങ്ങനെ ജോലിക്കൊക്കെ കടന്നു പോകുമല്ലോ, അപ്പൊ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വളരെ വിഷമിക്കാനിടയിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി ഞാൻ വരുമ്പോഴേ വെച്ച് പ്രാർത്ഥിക്കും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്നു. എന്നാൽ ഒരാഴ്ചയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ എന്ന് പറഞ്ഞു, ഞാൻ ഈ അനിതെന്ന പേര് ഒരു പയ്യനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അന്ന് ജോലിക്ക് പോകാതെ ആ പയ്യൻ വരുന്നത് കാണാനായിട്ട് ഈ മോളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ പോണ സമയത്ത് ഞാൻ ഏത് പയ്യനെ ദർശനം കണ്ടോ ആ പയ്യനാണ് അവളെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് തന്നെയാണ് അവളുടെ ചെറുക്കനെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്, കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലേ കഴിക്കുമെന്ന് പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു, അവർ സമ്മതിച്ചു. അവർ തങ്ങൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. എന്നാൽ എന്നാൽ ഇത് തന്നെയാണ് നിന്റെ ചെറുക്കൻ, എത്ര 100 കല്യാണം വന്നാലും എന്റെ ചെറുക്കൻ ഇതാണെന്ന് പറയാൻ ഉണ്ടായി. അതൊരു പാസ്റ്ററായിരുന്നു. ഇപ്പോഴും ഒരു സഭയൊക്കെ ഉണ്ട്. അത് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അപ്പൊ ഇതിനെ കല്യാണം കഴിക്കാനിടയായി. അങ്ങനെ എന്റെ വീട്ടിൽ തന്നെ നിശ്ചയം കഴിച്ചു, കല്യാണ മണ്ഡപത്തിൽ കല്യാണം കഴിച്ചു. അങ്ങനെ അന്നൊക്കെ എന്റെ അവസ്ഥയിൽ പിരിവൊക്കെ എടുത്തിട്ടാണ് ഒരു കല്യാണം ചെയ്ത് വിട്ടത്. അങ്ങനെ ഒരു സംഭവം, ഒരു ദർശനം എനിക്ക് തരാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും തന്നെ ഞാൻ കുറച്ചു നാളും കൂടെ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് കർത്താവിന്റെ വേരോട്ടിൽ വന്നതിൽ മുന്നോട്ട് പോകാൻ തയ്യാറായി. എന്നാൽ വേല ചെയ്യുന്നത് ദൈവം എനിക്ക് ദർശനം തന്ന ഓരോ കുടുംബത്തിലും ദൈവം എന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര തന്നെ എന്ത് തന്നെ ആയാലും ഈ കുടുംബത്തിന്റെ അവസ്ഥയില് ഞാൻ എത്ര ദിവസം തന്നെ ഉപവാസം എടുത്താൽ എനിക്ക് മതിയാവുന്നില്ല. അങ്ങനെ 1:21, 1:7, 1:3 ഇങ്ങനെ ഞാൻ ഉപസിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടില് എന്റെ സംഭവത്തോടുള്ള ബന്ധത്തില് ഒത്തിരി പീഡയെ കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്തുണ്ട് പീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ജോലിക്ക് പോകണം, കഷ്ടപ്പെടണം, ഇതൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ജോലിയുടെ അവസ്ഥയിൽ ഞാൻ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ആണ് എനിക്ക് അതിലേറെ പ്രതികൂലം ഉണ്ടായത്. അതായത് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ ഞാൻ വിശ്വാസത്താൽ ജീവിക്കാൻ തയ്യാറായി. എന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. ഞാൻ ജോലിക്ക് ചർച്ചിൽ പോയിട്ട് രാത്രിയില് ഓൾനൈറ്റ് പ്രയർ ആയിരുന്നു. ഓൾനൈറ്റ് പ്രയറും കഴിഞ്ഞ് ഞാൻ പോണ സമയത്ത് എനിക്ക് ചോറ് വെച്ചുകൊണ്ടുപോകാൻ സമയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് തിന്നും എന്ത് കുടിക്കുന്നു ഞാൻ നോക്കിയില്ല. ഞാൻ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ഇന്നലെ ഉപവാസമായിരുന്നു, എന്നാൽ ചോറ് വെച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് സമയമില്ല, നീ എനിക്ക് നമ്മുടെ ചോറ് കരുതിക്കൊള്ളണമെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കടന്നു പോകുന്നത്. തലേ ദിവസമേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ ജോലി ഭയങ്കര കഷ്ടമുള്ള ജോലിയാണ്. അങ്ങനെ കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് രാവിലെയാണ്. തലേദിവസം രാത്രിയിലെ ദൈവം ഒരു സ്ത്രീക്ക് ദർശനം കൊടുത്തിട്ട് ആ സ്ത്രീ എനിക്ക് ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ഞാൻ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചെറിയൊരു പനിയുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ ഒരുങ്ങി ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്നെ തേടി ചോറും കൊണ്ട് വരിക. പറഞ്ഞു, ചേച്ചി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ചേച്ചി പണിച്ചു വന്നിരിക്കുക, ചേച്ചി ചോറ് എടുത്തിട്ട് വരണമെന്നൊരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ ചോറ് എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്തായാലും ഞാൻ രാവിലെ കർത്താവിനോട് പറഞ്ഞത് എനിക്കറിയാമല്ലോ. ആ പാത്രം വാങ്ങി ഞാൻ തുറന്നു നോക്കുമ്പോൾ ചമ്മന്തി ധൈര്യമാണ് കൂട്ടാൻ. എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ കൂട്ടാൻ ചമ്മന്തിയും ധൈര്യമാണ്.
എന്നാൽ മൃഗങ്ങൾക്കും കരനകാക്കങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എനിക്ക് ആഹാരം തരാൻ മതിയായവനാണ്. അന്ന് അങ്ങനെ തന്ന ദൈവം എന്നെ ഇനിയും പോറ്റാൻ മതിയായവനാണ്. അപ്പോൾ എന്ത് തിന്ന് എന്ത് കുടിക്കുമെന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയും ദൈവം നമുക്ക് കരുതുന്നതല്ലോ. നാളത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെയും കരുതാൻ മതിയായവനാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2000-ലെ സപ്പോർട്ട് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് അങ്ങനെ ഇറങ്ങാനിടയായി തീർന്നു. പക്ഷെ ഒരു 1.5 വർഷം എൻ്റെ കൂടെ കോഴിക്കോടുള്ള സബിത എന്ന് പറഞ്ഞൊരു സഹോദരി എൻ്റെ കൂടെ നിന്ന് എന്റെ വീട്ടിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ അവരെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ചിലവിന്റെ പൈസ എനിക്ക് തരുമ്പോഴും ഞാൻ ഒരു സപ്പോർട്ടും ഇല്ല, മക്കൾക്ക് ശമ്പളം ഇല്ലാതെ ഇരിക്കുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ഇത് അവരിടുന്ന അതേ പൈസ ഞാൻ ഇടുകയും ദൈവവേല 1.5 വർഷത്തോളം ഒന്ന് ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഫുൾ ടൈം അങ്ങനെ ഒറ്റയ്ക്കായാലും ഞാൻ നിറയെ വീട് കയറും, വീട്ടില് അനേകം വീടുകൾ കയറും, അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ 2007-ല് ഞാൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് പോയി 21 സുവാസി അടിക്കുകയാണ്. അതായത് എൻ്റെ മോൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ഇങ്ങനെ അവിടെ സഭയിലാണുള്ളത്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവിടെ 21 ഞാൻ ഉപവാസം അടിക്കാൻ ഞാനും കൂടി. ആ കൂടുന്ന സമയത്ത് അവിടെ ദേവദാസൻ പറഞ്ഞു, ഇവിടെ സ്ഥലത്തെ ഞാൻ ബൈബിൾ കോളേജ് അയക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിപ്പുണ്ട്, അപ്പൊ അവരെ ആയിരിക്കും അയക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അവരെ ആരെയല്ല അയച്ചത്, ദൈവം എന്നെയാണ് അയച്ചത്. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടുന്ന് 21 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അപ്പം ഇവിടെ ഈ ഗുഡലൂരിന്റെ പ്രദേശത്ത് തന്നെ ഹൈദരാബാദിൽ നിന്ന് ഒരു അമേരിക്കയിലുള്ള KK മാത്യു എന്ന് പറഞ്ഞ ദേവദാസനെ ഇവിടെ 3-4 പേര് കൂടിയിട്ട് ഒരു ബൈബിൾ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായി, എനിക്ക് വചനം പഠിക്കണം. ഞാനിങ്ങനെ നായർ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, എനിക്ക് ബൈബിൾ ഒന്നും അറിയില്ല, എനിക്ക് വചനം പഠിക്കണം എന്നുള്ള ഭയങ്കര ഒരു ദാഹമാണ്. അങ്ങനെ എനിക്ക് വചനം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഏതായാലും അവിടെ ഞാൻ പോയി അപ്ലൈ ചെയ്തു. എന്നാൽ ടെസ്റ്റ് മണിയൊക്കെ എഴുതി കൊടുത്തു. എന്നാൽ എനിക്ക് അവിടെ അവരെന്നെ വിളിച്ചു. അങ്ങനെ 2007 മുതൽ 2011 വരെ ബൈബിൾ കോളേജിൽ പഠിക്കാനും PhD ഡിഗ്രി എടുക്കാനും എനിക്ക് കൃപ ചെയ്തു. എനിക്ക് ഒത്തിരി വിദ്യാഭ്യാസമൊന്നും ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഈ ബൈബിൾ കോളേജിൽ ഇംഗ്ലീഷ് എനിക്ക് എത്ര എക്സാം എഴുതി പാസ്സാകാനുള്ള എനിക്ക് അത്ര ഡിഗ്രി ഒന്നും ഇല്ലാതെ, ഇംഗ്ലീഷ് അത്ര വശമില്ലാത്തത് കൊണ്ട് 3 വർഷം മലയാളമാണ് ഞാൻ പഠിച്ചത്. എന്നാൽ 4-ാം വർഷത്തിലാകുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോകാനിടയായി. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ചെയ്താലും ഇംഗ്ലീഷ് എക്സാം എഴുതി പാസ്സാകാനും PhD ഡിഗ്രി എടുക്കാനും എനിക്ക് ദൈവം കൃപ ചെയ്തു. സ്തോത്രം. എന്നാൽ PhD ഡിഗ്രി ഒന്നുമില്ല, കൃപയാണ്. എന്നാൽ അവിടുന്ന് സുവിശേഷ വേലയ്ക്ക് ഞാൻ പല സ്ഥലത്തും, അതിൽ എന്റെ എബ്രായ ലേഖനം 11:1 പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്റെ കഴിവും എടുക്കുമെന്നൊന്നും എനിക്ക് പറയാനില്ല, ദൈവം എനിക്ക് കൃപ ചെയ്തു. അത് മാത്രമല്ല, ഈ കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് ഭാരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സങ്കീർത്തനത്തിൽ 116 സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുന്ന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും ദൈവം എന്നെ അയച്ചു. ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് വർഷത്തിൽ ദൈവം എനിക്കൊരു ദർശനം തന്നു. വലിയൊരു മല, ആ മലയിൽ കൂടി ഞാൻ പിടിച്ച് കയറണം. പക്ഷെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പായൽ പിടിച്ച വലിയ അഴുക്ക് പിടിച്ച വലിയൊരു കുളം. സൈഡിലേക്ക് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു കയറാൻ ഒരു വഴിയില്ല, ഭയങ്കര കഷ്ടം. എങ്ങനെ കയറിയാലും ഞാൻ ആ വെള്ളത്തിൽ വീഴും. ലെഫ്റ്റിലേക്ക് നോക്കിയാൽ എങ്ങനെ കയറിയാലും ഞാൻ ആ വെള്ളത്തിൽ വീഴും, എനിക്ക് കയറാനേ പറ്റില്ല. നേരെ നോക്കുമ്പോൾ കുത്തനൊരു മല, എന്നാൽ ഒരു തരത്തിലും ഒരു വ്യക്തിക്കും അതിലേക്ക് കയറാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ. പിന്നാലെ ഈ വെള്ളത്തിൽ വീണാൽ ഞാൻ മരിക്കും. എന്നാൽ അതേപോലുള്ള പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ഈ മല ഇങ്ങനെ പിടിച്ച് കയറി ലാസ്റ്റ് കയറുമ്പോൾ ആ മണ്ണ് ഇങ്ങനെ വഴിക്ക് കുറച്ചു ദൂരം വന്നപ്പോൾ ഈ വഴിക്ക് മണ്ണ് ചവിട്ടി പിടിച്ച് ഞാൻ കയറി ചെല്ലുമ്പോൾ വിശാലമായൊരു സ്ഥലം, തെങ്ങും തോപ്പൊക്കെ കാണുന്നു. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കാണുന്നു. പക്ഷെ ആ പഠനം കഴിഞ്ഞു ഒറ്റയ്ക്ക് ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ പറഞ്ഞ്, ഇവിടെ ഞാൻ നിന്നെ സഞ്ചാര സുരക്ഷയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് സഞ്ചാര സുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ദൈവം എന്നെ അവിടുന്ന് പല സ്ഥലത്തേക്കും ദൈവൻ അയച്ചു. അവിടുന്ന് കർത്താന്റെ വേലയിൽ ആർത്തി പിടിച്ചിട്ട് ഒരു 3, 7, 21 ഇങ്ങനെയൊക്കെ ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ കർത്താന്റെ വേലയിൽ പോയി കൂട്ടത്തോടെയും പോയിട്ടുണ്ട്, ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ കോളേജ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ അരുണാചൽ, ആസാം, നാഗാലാൻഡ്, മേഘാലയ, ബോംബെ, രാജസ്ഥാന്, മധുര, ട്രിവാൻഡ്രം, ബാംഗ്ലൂര്, ഇങ്ങനെ ഒത്തിരി സ്ഥലത്ത് ദൈവം എന്നെ വേലയ്ക്ക് അയച്ചു. എന്നാൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ
ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ തന്നെ എന്റെ ഫീൽഡിൽ ഞാൻ അവിടുത്തെ താണ ജോലിക്കാരിയാണ്. അതേസമയം അവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ഒരു ബ്രാഹ്മണ കുടുംബത്തെയാണ് ദൈവം എനിക്ക് ആദ്യമായി തരുന്ന ഒരു വിടുവർ കുടുംബം എന്ന് പറഞ്ഞ സ്തോത്രം. അങ്ങനെ ആ കുടുംബം ഞാൻ ഒരു 4 വർഷം അവരെ വീട്ടിൽ പോയിട്ട് അറിയുന്നതിനൊത്തോണം വചനം പഠിപ്പിക്കാനിടയായി. അങ്ങനെ അവർ തമിഴാണ്. അങ്ങനെ അവർ തമിഴ് കൊണ്ട് അവരെ വായിപ്പിച്ച് അങ്ങനെയാണ് അവരോട് പഠിപ്പിക്കുന്നത്. അങ്ങനെയായിട്ട് അവർ സ്നാനപ്പെട്ടു. അവരങ്ങനെ ഇപ്പോഴും ഇന്നും പോത്തരിയുടെ പ്രദേശത്ത് അവർ നിൽക്കുന്നുണ്ട്. പിന്നെ ആസാമിൽ അവിടെയൊക്കെ ഞാൻ കടന്നു പോയ സമയത്ത് തന്നെ അവിടെ ചിലർ കരഞ്ഞുകൊണ്ട് വന്ന് തീരുമാനം എടുക്കുന്നതൊക്കെ എന്റെ കണ്ണുകൊണ്ട് കാണാനുണ്ടായി. മാത്രമല്ല ഞാൻ അങ്ങനെ തന്നെ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോണ സമയത്ത് അവിടെ ഒരു ചർച്ചിൽ എന്റെ ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞു, അതിനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 10 വീട് കയറുന്നതാ, ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് ഇഷ്ടം എന്ന് പറയാനിടയായി. അപ്പോൾ ശരി, അവിടുത്തെ പാർഷ എൻ്റെ കൂടെ വരാനായിട്ട് തയ്യാറായി. അപ്പം പാർഷയും കുടുംബമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫീൽഡ് കയറാൻ പോവുക. പോണ സമയത്ത് എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് ഒരു +2 പഠിക്കുന്ന ഒരു കൊച്ചി ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് കണ്ണ് കാണാതായി. ആ സമയത്ത് പിന്നെ 1.5 വർഷം പിന്നെ എക്സാം എഴുതിയിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല, ഒന്നിനും കഴിയാതെ മാതിരി വീട്ടിലിരിക്കുക. തപ്പിത്തടഞ്ഞ് വേണം ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോകാൻ തപ്പിയിട്ടാണ് പോണത്. അങ്ങനെ ആ വീട്ടിൽ കാരണം ഞാൻ ഒത്തിരി അന്യഭാഷ പറഞ്ഞൊന്നും ഞാൻ അന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അന്യഭാഷ വയ്ക്കാനിടയത്. നല്ല അഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചിട്ടുണ്ട്. അങ്ങനെ കൃപയാൽ ഈ ആത്മശക്തിയാണ് എന്നെ ദൈവത്താൽ നടത്തുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 2-3ാമത്തെ വീട്ടിൽ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ ആൾട്ടാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്തുണ്ട് ഈ പ്രാർത്ഥിച്ച വീട്ടിൽ അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ആന്റി അവള് കലണ്ടറൊക്കെ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം വിടിയിച്ചാൽ അല്പമായിട്ടല്ല വിടിയിക്കുന്നത്, പൂർണ്ണമായി വിടിയിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കും, അതുകൊണ്ട് ദൈവം നിങ്ങളെ വിടിയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്ന് അവരെ പറഞ്ഞു വിട്ടു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം അവർ എന്നോട് പറഞ്ഞു, ആന്റി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അവരെ ക്ഷണം സ്വീകരിച്ച് ഞാൻ കന്നുപോയി. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. അന്ന് അവർ കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ആന്റി പിന്നെ അവൾ ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തേക്കാൻ പറഞ്ഞു. അതായത് നമുക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെയും കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ്. അല്ല അത്ഭുതങ്ങൾ അടയാളം കിട്ടിയെന്ന് പറഞ്ഞാൽ നെഗളിച്ചിട്ടോ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വേണം, പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിന്നാലേ കാര്യമുള്ളൂ എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരങ്ങനെ കുടുംബമായിട്ട് ചർച്ചിൽ പോകാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് പോകുമ്പോൾ സ്വകാര്യ സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പറ്റാതെ 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു പാവപ്പെട്ട ഒരു കീറപ്പായിൽ കിടക്കുക, ഒരു കൊച്ചു സ്കൂളിൽ നിന്ന് ചോറ് കൊടുത്തിട്ട് വേണം അവർക്ക് ഭക്ഷിക്കാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ ഞാൻ വേറെ സൗകര്യം കൂടെ കടന്നുപോയി. 2, 3, 4 പ്രാവശ്യമായി കടന്നുപോയി. എന്നാൽ 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോന്നു. 2ാം ദിവസം വീണ്ടും ഒരിക്കൽ കൂടെ പോയി ഒന്നും പ്രാർത്ഥിച്ചിട്ട് പോന്നു. 4ാം പ്രാവശ്യം ചെല്ലുമ്പോൾ ഈ സഹോദരി അവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓപ്പറേഷൻ വല്ലതും പോയതായിരിക്കുമോ എന്ന് വിചാരിച്ചു. അല്ല, അവർ വെള്ളം എടുത്തിട്ട് ഓടി വരികയാണ്. ആന്റി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആന്റി എനിക്ക് നല്ല കുറവായി, ഞാൻ ആശുപത്രിയിൽ പോയപ്പോ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഉപയോഗിച്ചു. അതുപോലെ ആത്മഹത്യക്ക് കുടുംബത്തിലേക്ക് ദൈവം അയച്ചു. ഒരു അപ്പാർട്ട്മെന്റിൽ പോയി. അവിടെ ഒരു സ്ത്രീ, അതായത് RC ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഒരു സഹോദരി എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ. അവരെ ആ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് എന്റെ ടെസ്റ്റിമണി പറഞ്ഞു, ഞാനിങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്, ദൈവത്തെ കണ്ട് മനസ്സിലായി, അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിനെ കടന്നു വന്നതാണ് എന്നൊക്കെ പറയാനിടയായി. അവിടുന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ വരാൻ നേരത്ത് ഞാൻ കൈ കൊടുത്തപ്പോൾ ഈ പുള്ളിക്കാരത്തിന്റെ ഈ സഹോദരി എന്റെ തോളിൽ ചാരി കിടന്നങ്ങ് കരാൻ തുടങ്ങി. വലിയൊരു ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ടു. ദൈവാത്മാവ് അവിടെ ഇറങ്ങി വന്നു. ഞാൻ അന്യഭാഷയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. ഈ സഹോദരി എന്റെ തോളിൽ കിടന്ന് കരയാനും തുടങ്ങി. എന്നാൽ പിറ്റേ ദിവസം ബാംഗ്ലൂരിലെ പാസ്റ്റർ അവിടെ 6 മണിക്ക് അല്ല 3 മണിക്ക് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ സഹോദരിയെ ക്ഷണിച്ചു ചർച്ചിലേക്ക് കടന്നു വന്നു. അപ്പൊ പാസ്റ്റർ എനിക്ക് അല്പമായി തമിഴ് അറിയാം, അതുകൊണ്ട് പാസ്റ്റർ ട്രാൻസ്ലേഷൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ സഹോദരി വന്ന് സാക്ഷ്യം പറയാണ്, പാസ്റ്ററെ ഞാൻ ഇന്നലെ ആത്മഹത്യക്ക് ഇരുന്നൊരു വ്യക്തിയാണ്, അപ്പോഴാണ് ഈ ആന്റി അവിടെ വരുന്നത്, അതുകൊണ്ട് ആ വലിയൊരു സമാധാനം എനിക്ക് അവിടെ ഇറങ്ങി വന്നു. ആ സമാധാനം എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറയാനിടയായി തീർന്നു.
അതുപോലെ ചില സംഭവങ്ങളൊക്കെ ദർശനം തന്നു. ഒരു ഒരു അത്യാവശ്യം ഇന്നത്തെ യുവനക്കാർ നടക്കുന്ന രീതിയിലുള്ള എല്ലാ തെറ്റുകളും ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് എനിക്ക് ദർശനം തന്നു. ആ കുടുംബത്തിൽ കടന്നു പോകാനിടയായി. അവിടെ കുറച്ച് വെളിപ്പെട്ടു. അവരെ ഞാൻ പോയി വചനം പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല അവരെ സഭയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സഭ ഇങ്ങനെ സ്ഥാപിക്കുക എന്നൊരു ഇതുപോലെ തന്നെ ദൈവം എന്നെ അവിടെ കിട്ടുന്നവരെ ഞാൻ അവിടെ സഭയിൽ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന. വീട്ടിൽ എനിക്ക് വോൾനേറ്റ് പറയാതെ ഉണ്ട്. 8 വർഷം, 8-ാം വർഷം പൂർത്തിയായില്ല, 1 വർഷം പൂർത്തിയായി. 3-4 പേരേ ഉള്ളൂ. ഞാൻ വീട്ടിലെ വോൾനേറ്റ് പ്രകടനം മുഴുവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. 1 വർഷം കൂടെ തിങ്കളാഴ്ച എനിക്ക് ഉപവസിക്കാനുള്ള കൃപയും തന്നു. മുഴുവൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ എവിടെ പോയിരുന്നാലും, ഒറ്റയ്ക്ക് പോയാലും അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് അത്രയും വിശ്വസ്തരായുള്ള ദൈവത്തിന് നിയോഗം ഉണ്ടെന്നും അതുപോലെ ദൈവം എന്നോട് സംസാരിച്ച് എനിക്ക് എന്നെ അതുപോലെ അഭിഷേകത്താൽ നിറച്ച് ദൈവം തന്നെ അയക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കടന്നു പോകാറുള്ളത്. അങ്ങനെ കടന്നു പോകാൻ ദൈവം എനിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും കടന്നു പോകാൻ എനിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കുള്ള ഒരു കുടുംബത്തിലേക്ക് ദൈവം എന്നെ അയച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ മുറ്റത്ത് നിന്നിട്ട് നിറയെ റോസാപ്പൂവിന്റെ മുട്ട ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും പറിച്ചിട്ട് പോകുമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്നോട് ദൈവാത്മാവ് വിളിന്ന് പറയുന്നു, നീ അത്താഴ്ചയുടെ വീട്ടിൽ പോയിട്ട് ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ദൈവം തന്നെയാണോ പറയുന്നത് അതോ എനിക്ക് തോന്നുകയാണോ? രണ്ടാമത് അതേ ശബ്ദം ഒന്നുകൂടെ ശക്തമായിട്ട് വന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം സാരി കൊടുത്തു. അങ്ങനെ ഈ അച്ഛന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, അച്ഛ ഇങ്ങനെ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞത് പറയാനാ വന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം പായിട്ടു. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ യെശയ്യാപ്രവചനം 38-ാം അധ്യായം എടുത്തവരോട് സംസാരിച്ചു. എന്നിട്ട് ഹിസ്കിയാവിന് ഈ വചനമാണ് ഞാനവിടെ സംസാരിച്ചത്. ആ സംസാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു വന്നു. എന്നാൽ ഈ 11 വർഷത്തിന്റെ 12-ാം വർഷത്തിൽ ആയപ്പോൾ ഈ അടുത്ത 12 വർഷമായിട്ടുള്ളൂ ഉള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവിടെ ഈ അച്ഛന് ചെറിയ കാലിന് ഷുഗറിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടായി. അവിടെ ചെന്നപ്പം ഇതുപോലെ തന്നെ പായിട്ടത് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, പക്ഷേ ഗ്രഹകാര്യം ക്രമത്തിലാക്കി 15 സംവത്സരം നീട്ടിത്തരാമെന്ന് ദൈവം പറഞ്ഞല്ലോ, അച്ഛന് ഗ്രഹകാര്യം ക്രമത്തിലായോ, ആക്കിയോന്ന് ചോദിച്ചപ്പം ഇല്ല അംബിക, എന്നെക്കാട്ടിയും പ്രായമുള്ള ആളാ. അപ്പൊ ഇല്ല അംബികയെ, ഇനി ചിലതും കൂടെ ഒക്കെ ക്രമീകരിക്കാനുണ്ട്. 15 വർഷം ആയോ അച്ഛ? ഇല്ല, 10-12 വർഷമൊക്കെ ആയെന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും പ്രാർത്ഥിച്ച അച്ഛൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്ത അച്ഛൻ പ്രാർത്ഥിച്ച് എന്നിട്ട് ഇവർ വചനമൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കടന്നു വന്നു. അതിന്റെ പിറ്റേ ദിവസം അച്ഛൻ മരിക്കുന്നു. ദൈവം ഇതുപോലെ കുറിപ്പിട്ടാണ് എന്നെ പല ഭവനങ്ങളിലേക്കും എന്നെ അയക്കുന്നത്. അതുപോലെ മലദൂരം ഇല്ലാത്ത കൊച്ചിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ജാതീയമായിട്ട്, അതായത് കർത്താവിനെ അറിയാത്തൊരു ഇത് ഒരു ചർച്ചിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അവരെ പൂർണ്ണമായി കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. അവിടേക്ക് കടന്നുപോയി. ആ ദൈവം 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് അതിന് മലദൂരം കൊടുത്തു. അതുപോലെ തന്നെ ഓരോരോ അനുഭവത്തിലും ഓരോ വീട്ടിലും കടന്നു പോകുമ്പോൾ എനിക്ക് ദർശനം തന്ന ഉൾപ്പാട് തന്ന ദൈവം എന്നെ അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ കടന്നു പോകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പല ഭാഗത്തും വേല ചെയ്യുന്നതിന്റെ അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 6:33 ഇങ്ങനെ പറയുന്നു, മുന്നമേ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി നിനക്ക് ഞാൻ എല്ലാം നൽകിത്തരാം എന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഇതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പറഞ്ഞ പോലെ എന്ത് തിന്നെന്ന് കുടിക്കുന്നു നോക്കാതെ ഞാൻ ഇറങ്ങി വിശ്വാസത്താൽ ജീവിതം നയിക്കാൻ ഇടയായിത്തീർന്നു. ബന്ധുമിത്രാദികളിലോ ഞാൻ നിൽക്കുന്നത് ആ സഭയിലോ എനിക്ക് ശരിക്കും പറയാൻ പറ്റും. ആരോട് ചോദിച്ചാലും എന്റെ നമ്പർ വെച്ച് ചോദിച്ചാലോട് അറിയിച്ച പറയും. ഇന്ന് വരെയും ആരടുത്തും കൈനീട്ടാൻ പോകാതെ ഇങ്ങനെ, അത് ഒരു മഴയൊന്നുമില്ല കാറ്റൊന്നുമില്ലാതെ ഞാൻ കർത്താന്റെ വേലയ്ക്ക് വീട് തോറും കയറി അനേക സ്റ്റേജുകളിൽ ദൈവം കയറാൻ ഇടയായിത്തീർന്നു. അനേക 1000 പേരൊക്കെയും കൂടുന്ന സഭകളിലൊക്കെയും ഈ സാക്ഷ്യം പ്രസ്താവിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നാൽ ഈ അതായത് ഗലാത്യ ലേഖനം 1-ന്റെ 5-ഉം 16-ഉം ഇങ്ങനെ വായിക്കുന്നു, അവരെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ, അതായത് കർത്താവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ, അവന്റെ എന്നിൽ കൂടി വെളിപ്പെടുത്താൻ ദൈവം പ്രസാദിച്ചപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, ആരോടും ആലോചന ചോദിച്ചില്ല. എൻ്റെ മക്കളോടായാലും ബന്ധുമിത്രോടായാലും ഞാൻ പോകട്ടെ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് ആരോട് ആലോചന ചോദിച്ചില്ല. അങ്ങനെ ആലോചന ചോദിക്കാതെയാണ് ഞാൻ ഇങ്ങനെ കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകാൻ ഇടയായത്. അത് മാത്രമല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എൻ്റെ മകനാണെങ്കിൽ മൂത്ത മകൻ രക്ഷിക്കപ്പെട്ടതല്ല. അവന് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഒരു ബാംഗ്ലൂർ പ്രദേശത്താണ്, ഒരാൾ സെറ്റിലായിട്ട് ജീവിക്കുന്നു. എന്നാൽ അപ്പോൾ എൻ്റെ മോന്റെ കല്യാണം ഞായറാഴ്ചയാണ്. അവൻ ഇങ്ങനെ സെറ്റാക്കി മോനും തന്നെ ഞായറാഴ്ച കല്യാണം തന്നു. എന്നാൽ ഞാൻ ഞായറാഴ്ച
അതായത് എനിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടവനല്ല എങ്കിലും സഹകരിക്കണമെന്നുണ്ട്. പക്ഷെ ഞായറാഴ്ച കല്യാണം വെച്ചപ്പോൾ ഞാൻ കല്യാണത്തിന് പോയില്ല. ഞാൻ അവനെ പ്രാർത്ഥിച്ചു വിട്ടിട്ട് ഞാൻ ആരാധനയ്ക്ക് പോയി. കാരണം ദൈവം എന്നെ വിടുവിച്ചിരിക്കണം നോക്കിയാൽ മക്കൾക്ക് അമ്മയായിട്ട് ഞാൻ ഇന്നത്തെ ജീവിച്ചിരിക്കുന്നത് യേശു ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മകനെക്കാട്ടി വലുത് എനിക്ക് ദൈവമാണെന്ന് എനിക്ക് ഉറപ്പ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടിട്ട് എന്റെ മകനെ ഞാൻ വലുതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ആരാധനയ്ക്ക് പോയി. അതായത് മത്തായി 6:33 ഇങ്ങനെ വചനം പറയുന്നു, മുന്നമേ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി ഞാൻ നിനക്കെല്ലാം നൽകിത്തരാമെന്ന്. ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആണ് എന്റെ ജീവിത ലക്ഷ്യത്തിലുള്ള ഓട്ടം. അത് രാജ്യനീതി അന്വേഷിക്കുക, ദൈവത്തിന്റെ രാജ്യനീതി ഞാൻ അന്വേഷിക്കണം, അതോടുകൂടി ബാക്കിയെല്ലാം എനിക്ക് ദൈവം നൽകിത്തരും. ഇതായിരുന്നു എന്റെ ചിന്ത മുഴുവനും. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമേ സാമ്പത്തികം കൊടുത്താൽ അവർ സാമ്പത്തികം എത്ര കൊടുത്താലും അതെനിക്ക് പ്രശംസയില്ല. എനിക്ക് പിന്നെ അവർക്ക് പ്രാപ്തി ആയപ്പോഴൊക്കെ അവരാണ് എനിക്ക് എന്റെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം താമസിച്ചത് എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഒരു പുള്ളി വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അധ്വാനിച്ചിട്ട് പിന്നെ ചെറിയതായിട്ട് ഒരു 3-4 റൂമൊക്കെ ആയിട്ട് ഒരു ഓട് വീട് വയ്ക്കാൻ എനിക്ക് കൃപ ചെയ്തു. ഞാൻ അധ്വാനിച്ചിട്ട് പൈസയും കൊണ്ട് അത് എന്റെ കഴിവായി എന്റെ മുടുക്കാന്ന് വെച്ചും കൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് മക്കളെ വളർത്തുന്നതിന്റെ ഇടയിൽ കൂടി വീട് വെച്ചു. അതും കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുന്നമേ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം നൽകി തരാമെന്ന്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. ഒരു പട്ടിയില്ല, പൂച്ചയില്ല, വഴിയില്ല, യാതൊന്നുമില്ല. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കർത്താവിനെ അത്ര. ഞാനൊരു ദിവസം ഇങ്ങനെ ദർശനം കാണുന്നു, പൗലോസിനെ അടിച്ചെടുത്ത് കൊട്ടയിലാക്കി മതിലിന്റെ അപ്പുറത്തെറിയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ത്യാഗം അനുഭവിച്ച് പൗലോസ് ഇങ്ങനെ, അതായത് കുതിരപ്പുറത്തുനിന്ന് പൗലോസ് താഴെ വീടുന്നത് ഞാൻ ദർശനം കണ്ടിട്ടുണ്ട്. കണ്ടതെല്ലാ ദർശനങ്ങളും പറയുകയാണെങ്കിൽ ഇനി ഒത്തിരി പറയാനുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് പൗലോസ് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പൊ അന്ന് ഞാൻ മരിച്ചെങ്കിൽ ചെന്നൈ നരകത്തിൽ, ഇനി യേശു ജീവിക്കുന്നുണ്ടോ ഞാൻ ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ധൈര്യത്തില് ആ ഉറപ്പോട് കൂടി പോകാനിടയായി. പിന്നെ രണ്ടാമത്തെ മകനും അത് വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. അവനും ബാംഗ്ലൂരിലെ പ്രദേശത്തായിരിക്കുന്നു. അവൻ ചർച്ചിൽ പോകുന്നുണ്ട്. അത്യാവശ്യം അവനും ബൈബിളിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ജോലിയോടെ ബന്ധത്തിൽ അവനെ അത്യാവശ്യം സഭയിൽ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യുകയും സോഷ്യലിലെ വെള്ള ബന്ധത്തിലും 10-60 പേർക്ക് ഫീൽഡിൽ സൺഡേ ക്ലാസ് എടുത്ത് അവന് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു മകൻ രക്ഷിക്കപ്പെട്ടില്ല. അതുകൂടാതെ തന്നെ എൻ്റെ മൂത്ത മോന്റെ വീട് കെട്ടി, വീട് 2 വീട് കെട്ടിയപ്പം ഞാൻ ബോംബെയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതല്ല, നിങ്ങൾ ദുഃഖിച്ചതിലല്ല കാര്യം. 2 കൊരിന്ത്യർ 10:7 എന്ന് സംശയം തോന്നുന്നുണ്ട്, അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മാനസാന്തരത്തിനായി ദുഃഖിക്കുന്ന ദുഃഖമാണ് കാര്യം. നിങ്ങൾ ദുഃഖിച്ചതല്ല കാര്യം, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിന്റെ അത്രേ കാര്യമുണ്ട്. അത് അനുതാപമരാത്ത മാനസാന്തരം ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ദേവതപ്രകാരമുള്ള ദുഃഖമോ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അപ്പൊ രക്ഷയ്ക്കായി മാനസാന്തരം ഉളവാക്കണമെങ്കിൽ അനുതാപം വരാതിരിക്കുന്ന മാനസാന്തരം ലോകത്തിന്റെ ദുഃഖപ്രകാരം അല്ല ദുഃഖിക്കുന്ന, ദേവപ്രകാരം ദൈവത്തിന്റെ ആർത്തി, അതൊരു ആത്മീയത്തിൽ ആർത്തി, ഉന്നമ ദൈവത്തിന്റെ രാജ്യനിധി അന്വേഷിക്കുക. അപ്രകാരം നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ അല്ല അത്രേ കാര്യം. അത് അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി അങ്ങനെ പോയി. എന്നാൽ വീട് ഡെഡിക്കേഷന് ഞാൻ ബോംബെയിൽ വേല ചെയ്യുമ്പോൾ എൻ്റെ മോൻ എനിക്ക് ഫോൺ ചെയ്തു, അമ്മ വീട് ഡെഡിക്കേഷന് വരണമെന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അവിടെ ചർച്ചിൽ പോയി പാസ്വേഡ് പറഞ്ഞിട്ട് പ്രാർത്ഥന വെച്ച് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് ജാതി ഞാൻ തനിച്ചു പറക്കുന്നൊരു ജനം, മകൻ എനിക്ക് വേണ്ടെന്നല്ല, അവൻ ചെയ്യുന്ന താഴെ ജാതി ആചാരത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ അതിന് എളുപ്പമായി ഇനി എല്ലാത്തിനും വിളിച്ചാൽ അമ്മ വരും എന്നുള്ളൊരു കാര്യം അവൻ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാനിടയായി, ഞാൻ വരുന്നില്ല മോനെ, ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അവിടെ ചർച്ചിൽ പോയിട്ട് രക്ഷിക്കപ്പെടാത്ത മോനാണെങ്കിലും എൻ്റെ ചെറിയ മോൻ അവിടെ ട്രാൻസ്ലേഷൻ ചെയ്യുക. എന്നാൽ അവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പാഷോട് പറഞ്ഞു, അമ്മ ബോംബെയിലുണ്ട്, പാഷ ഒന്ന് പ്രാർത്ഥന വെച്ചിട്ട് വീട് ഡെഡിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് വീട് ഡെഡിക്കേഷന് പോകാൻ ഇടയായി തീർന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ ഇറങ്ങിയിട്ട് മക്കളോ അപ്പനോ അമ്മയോ വീടോ സ്വത്തോ സമ്പത്തോ എന്ത് നഷ്ടമാക്കുന്ന ഞാൻ നഷ്ടമാക്കി കളയാന്നുള്ളതല്ല, കർത്താവിനെക്കാട്ടി ഉപരിയായി ഒന്ന് സ്നേഹിക്കരുത്. ദൈവത്തോടുള്ള മാനത്തെക്കാട്ടി മനുഷ്യരുള്ള മാനത്തെയോ സ്വത്തിനെ സമ്പത്തെയോ സ്നേഹിക്കരുത്. ഇതാണ് ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതായത് സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ സത്യതൽപരനായി ഇരിക്കും. ഈ സത്യത്തിലും നീതിക്കും ന്യായത്തിലും വചനത്തിനും അത് സ്ഥിരതയോടെ മുന്നോട്ട് പോകിയാൽ, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കാൽ യഹോവ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അങ്ങനെ
ക്രിസ്ത്യ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി എല്ലാവരും നിന്നുള്ള അകൽച്ച, ബന്ധുമിത്രാ എന്ന അകൽച്ച അവർ നോക്കത്തില്ല. മക്കളിൽ നിന്ന് അകൽച്ചയുണ്ടെന്ന് വെച്ചാൽ അല്ല, പക്ഷെ അവരാണ് ഇപ്പൊ എനിക്ക് ഒരു നല്ല ടെറസ് വീട് വെച്ച് തന്നിട്ടുണ്ട്. 2 മക്കളും കൂടെ അധികം നാളായില്ല, 2 മാസം 3 മാസം ആയിട്ടുള്ള ഡെഡിക്കേഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെ പ്രാർത്ഥന വെച്ച് സഭയായിട്ടൊക്കെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥന വെച്ചിട്ട് എന്നൊരു ഭവനം, എന്നുവെച്ചാൽ ഭവനത്തിലല്ല എൻ്റെ ആശ്രയം കർത്താവ്. ഇതൊക്കെ ഈ ലോകം നമുക്ക് തരില്ല. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ ആ ദൈവം നമുക്ക് വിടുതൽ തരത്തുള്ളൂ. അതുപോലെ എൻ്റെ മോന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ തെലുങ്കാണ് സംസാരിക്കുന്നത്. അവന്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് എന്നോട് മോൻ പറഞ്ഞു, അമ്മ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് മക്കളില്ല എന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും അമ്മ, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ആ രക്ഷിക്കപ്പെടാത്ത മാനാൻ ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ എന്തോ ദൈവത്തിന് അവൻ എന്ത് ചെയ്യും? അപ്പൊ അവര് വിചാരിച്ചെന്തോ ഇങ്ങനെ ഞാൻ സാക്ഷിയാകുമോ? അപ്പം പൈസയുടെ കാര്യം അവർ ചിന്തിച്ചു. പറഞ്ഞു, ഇല്ല, 5 പൈസയും വേണ്ട, നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി മാറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ തെലുങ്കിൽ അവനോട് ട്രാൻസാക്ഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവനങ്ങ് പോയി. എന്നാൽ ഇത് ദിവസങ്ങൾ ഞാൻ കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവനെ കണ്ടു. പക്ഷെ അവന്റെ ഭാര്യ ഗർഭിണിയാണ്, 4 മാസമാണ്. 15 കിലോമീറ്റർ ഭാര്യയെ ബൈക്കിലിരുത്തിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ പോകുന്ന സഭയിൽ അവനോട് സാക്ഷി പറയാൻ വന്നു. ഞാൻ പറഞ്ഞു, ഈ സാക്ഷി അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അത്ഭുതം നല്ലത് തന്നെ, പക്ഷെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയണം, നിങ്ങൾ ആത്മാവ് നശിച്ചു പോകരുത്, രക്ഷിക്കപ്പെടണമെന്ന് അവനോട് പറയാനിടയായി. അപ്പൊ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് തന്നെ മാനസിക രോഗികൾ രക്ഷിക്കപ്പെടാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും അങ്ങനെ ദൈവം എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നാൻ പറയാൻ, രോഗശാന്തി വരാൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കർത്താവിന്റെ ഇതപ്രകാരം മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അത് മാത്രമല്ല, ഞാൻ ദൈവത്തിന്റെ വേലയിൽ ആയ സമയത്ത് 5 പൈസയും കയ്യില്ല എന്ന് കണ്ടിട്ട് ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നപ്പോഴും അതായത് ഓരോ ദിവസങ്ങളും സങ്കീർത്തനം 66:11 ദൈവം എന്നോട് സംസാരിക്കുന്നു. സകല ഭക്തന്മാരുമായുള്ളവരെ നിങ്ങൾ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതായത് ഞാൻ ബൈബിൾ കോളേജിൽ പോയി. എനിക്കിവിടെ ഞാൻ മക്കളോട് പോലും പറഞ്ഞില്ല ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നെന്ന്. ആരുടെയും സപ്പോർട്ടിൽ നിന്നില്ല, ആരുടെയും 5 പൈസ ഞാൻ ആഗ്രഹിച്ചില്ല. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് അയക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സാമ്പത്തികം നടത്തണം എന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ഒരു ടീച്ചറിനെ ദൈവഹൃദയത്തിൽ പ്രേരണ കൊടുത്ത് ഓരോ മാസവും ഒരു തുച്ഛമായ തുകയാണെന്ന് പറഞ്ഞാലും ഓരോ മാസവും 500 രൂപ വെച്ച് എനിക്ക് ഇത് ബൈബിൾ കോളേജിലെ ആവശ്യത്തിന് തന്നോണ്ടിരുന്നു. എത്ര നാൾ കോളേജിൽ പഠിച്ചോ അത്രയും നാൾ എനിക്ക് തന്നു. എന്നാൽ കോളേജിൽ പഠനം നിർത്തിയപ്പോൾ ആ പൈസ നിൽക്കാനിടയായി. അത് മാത്രമല്ല, എൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി. ഞാനൊരു ദിവസം ചർച്ചിൽ പോയി, ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടങ്ങി പോണ സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസയില്ല. തലേദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ വീട്ടിൽ പൈസയില്ല, എൻ്റെ വീട്ടിൽ അരിയില്ല, ഞാൻ മക്കളോട് പറയത്തില്ല, ആരോടും പറയത്തില്ല, ഞാൻ നിന്റെ കയ്യിലാണ് ഞാൻ സമർപ്പിക്കുന്നത്, നീ എനിക്ക് ന്യായമായി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്, നീ ന്യായമായി തന്നോണം എന്ന് പറയാൻ ഇടയായി തീർന്നു. എന്നാൽ ചർച്ചിന് ഞാൻ വിട്ടൊരു 15-20 മിനിറ്റ് നടക്കുമ്പോൾ എൻ്റെ വീടെത്തും. എന്നാൽ ചർച്ചിന് ഒരു 10 മിനിറ്റ് പോലും നടന്നില്ല. അപ്പോഴത്തേക്ക് ഒരു ബൈക്കാരൻ അതിലെ പോകുന്നുണ്ട്. ആ ബൈക്കാരൻ അവിടെ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി അവിടെ പോവുക? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവുക. ആൻറ്റിയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അംബിക. ആൻറ്റി എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ചർച്ചിൽ. അപ്പൊ ഇത്രയും പല ചോദ്യങ്ങളായപ്പോ ഞാൻ ഓർത്തു, അയ്യോ ഇതെന്തോ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ചോദിക്കില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചിന്തിച്ചു. ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ആൻറ്റി ഞാൻ ബഹ്റിന്ന് വരികയാണ്, ഞാനിവിടെ സ്വന്തക്കാർ വീട്ടിലേക്ക് പോവുക. അനീതിയുള്ള മാമനെ കൊണ്ട് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കാന്ന് ബൈബിളിൽ വചനമുണ്ട്, അതുകൊണ്ട് ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് ആൻറ്റിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിന്റെ തലേദിവസം പറഞ്ഞത് എനിക്കറിയാം, ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്നാൽ ഓടുന്ന ബൈക്കിൽ ഞാൻ ഏത് സമയത്ത് ആ റോഡിൽ കൂടെ പോകുമെന്ന് എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. ആ ബൈക്കിനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് ബഹ്റിൽ നിന്ന് ഒരു കാക്ക അയച്ചെന്ന് പറഞ്ഞതുപോലെ അയച്ച് എനിക്ക് ഭക്ഷണം തരാൻ, അല്ലെങ്കിൽ എനിക്ക് അരിക്കുള്ള പൈസ തരാൻ ദൈവം മതിയായവനാണ്. അതുപോലെ ഈ കാക്ക ഏലിയാവ് ചുരച്ചെടിയുടെ അവിടെ കിടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഗേദത്തോട്ടിന്റെ അരിയിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. കാക്ക അപ്പം കൊണ്ട് പോകുന്ന സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ കാക്കയെ കൊണ്ട് ഏലിയാവ് പോറ്റ ദൈവമാണ് എന്നെയും പോറ്റി ഇതുവരെ നടത്തിയത്. ആ ദൈവമാണ് എൻ്റെ ദൈവം എന്നുള്ളതിൽ അത്ഭുതം കുറുമാർ ഞാൻ പറയട്ടെ, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഓരോ ദിവസത്തിന്റെയും ഓരോ സാക്ഷ്യങ്ങളും ഓരോ അനുഭവങ്ങളും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ജീവിതത്തിന്റെ ഏത് പശ്ചാത്തലത്തിലും ദൈവത്തിന് വേണ്ടി ജീവൻ പോയാലും നിൽക്കണം എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാനുണ്ടായി. ഒരു ദിവസം ഞാൻ ആദിവാസിയായിട്ട് സൺഡേ ക്ലാസ് നടത്തുന്നുണ്ട്. അവിടെ 15-16 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ
പോകും. ഇല്ല, പല സ്ഥലത്തും ഞാൻ പോണ സമയത്ത് അവിടെ പോകില്ല. വിശ്വാസ ജീവിതത്തിന്റെ മധ്യത്തിൽ അത് കഴിഞ്ഞ് മക്കളൊക്കെ എനിക്ക് സാമ്പത്തികമൊക്കെ വന്നപ്പോൾ തരാൻ തുടങ്ങി. അതിൽ നിന്ന് ഞാൻ അടുത്ത ആദിവാസികൾക്ക് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആദിവാസികൾ എന്ന് പറഞ്ഞവർക്കൊന്നും അത്ര അറിയില്ല. നമ്മളെ ഇപ്പൊ കണ്ട അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഒരു മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനത്തെ വ്യക്തികളാണ്. അവിടെ ഇപ്പം ഞാൻ സൺഡേ ക്ലാസ് നടത്താനിരുന്നപ്പം അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ അവരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മുട്ടായി എന്തെങ്കിലും കൂടെ. അന്നൊക്കെ ബിസ്ക്കറ്റ് മുട്ടായും കൊടുക്കും. ഇപ്പൊ അത്യാവശ്യം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കും. അതിനുള്ള സാമ്പത്തികം എനിക്ക് ഇത്രത്തോളം നടത്തിയതേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവ്, എനിക്ക് നാളെ ബിസ്ക്കറ്റ് വാങ്ങാൻ എനിക്ക് പൈസ ഇല്ല, നീ എനിക്ക് പൈസ തരണം. അല്ലെങ്കിൽ അവർക്ക് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ അവരിക്കില്ല. കർത്താവ്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കരുതണം കർത്താവ്, നീ ന്യായമായി തരാമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങിയത്, എനിക്ക് തന്നോളെന്ന് പറയാനില്ലായി. അതിന്റെ പിറ്റേ ദിവസം അടുത്തുള്ളവര് അതായത് പള്ളിയിലൊരു ഫാദറിന്റെ മകള്, അവര് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇവിടെ 5 ഏക്കർ സ്ഥലമുണ്ട്, അവർക്കത് വീതം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ഒരു വിഷമത്തില്, സ്വന്തം തറവാട്ടിൽ മുതൽ ഓഹരി കിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയല്ലേ. അപ്പൊ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു, ചേച്ചി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം, ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അമേരിക്കയിൽ ഇഷ്ടം പോലെ മുതലില്ലേ, അപ്പൊ നിങ്ങൾ ചപ്പിൻ ചവറന്ന് എണ്ണ, അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് നിങ്ങൾ എണ്ണ, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി അവരെ കയ്യെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കടന്നു വന്നു. 3 ദിവസം എന്നെ വിളിക്കുന്നു, അഞ്ചി എനിക്ക് 1 ഏക്കർ എഴുതി തന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ സൺഡേ ക്ലാസ് പിള്ളേർക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസയില്ല, നീ ന്യായമായി തരണമെന്ന് പറഞ്ഞ കർത്താവ് ഇത് കേട്ടിട്ട് അന്നത്തെ ദിവസം $1 ചെക്ക് എഴുതി എന്റെ കയ്യിൽ തന്നു. 1 വർഷം ബിസ്ക്കറ്റും ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുള്ള പൈസ എന്നെ തന്നു. അത് 1 വർഷം അവർക്ക് തന്നെ അങ്ങ് ചെലവാക്കി. അങ്ങനെ ദൈവം എന്നെ നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഓരോ ദിവസവും ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. അതായത് ഈ മകന്റെ കല്യാണം കഴിഞ്ഞു, മകൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓരോ ദിവസവും പോയി അവനോട് സുരക്ഷിതം പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ പല പ്രാവശ്യം അവനെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ അവസാനം, കർത്താവ് ഞാൻ ഇനി എന്ത് ചെയ്യണം, എവിടെയൊക്കെ പോയിട്ട് ഞാൻ കർത്താവിനെ വേല ചെയ്യണം, ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവുമായിട്ട് ബന്ധം പുലർത്തിയ ആ സ്ത്രീയുടെ അടുത്ത് പോയി നീ പറയണം, അത് ഒരു കുറവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, കർത്താവ് ഞാൻ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ ഭർത്താവിനെ കുത്തിക്കൊന്നതായിരുന്നു. ആ അവസ്ഥയാണ് മൂപ്പർക്കും വന്നത്. എന്നാൽ അവിടുന്ന് ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അവരോട് സത്യസുവിശേഷം ഉള്ളതുപോലെ പറയാനിടയായി. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഇന്നുവരെയുള്ള പാവങ്ങളെല്ലാം ദൈവം നിനക്ക് മോചിച്ചു തരും എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ നല്ല 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 സ്നേഹത്തോടു കൂടി കേട്ടു. എന്നാൽ ആ കേട്ടെന്ന് മാത്രമല്ല, പിന്നെ ഒരു പ്രതികരണവുമില്ല. എന്നാൽ ആ സ്ത്രീയുടെ അവസ്ഥ ഇന്ന് എൻ്റെ ഉള്ളതിന്റെ അവസ്ഥയൊന്നുമല്ല, ആദ്യം ഉണ്ടായിരുന്നെന്നും പരോഗതിയുടെ അവസ്ഥയിലാണ് ആ സ്ത്രീ ഇപ്പം താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവന്റെ കരം അനുകൂലമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് അവന്റെ കരം പ്രതികൂലമെന്നും ഞാൻ അറിയുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പൊ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും നമ്മുടെ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ദൈവം നമുക്കൊരു അനുകൂലമായിരിക്കും. അതായത് 1 കൊരിന്ത്യർ ലേഖനത്തില് ഇങ്ങനെ വചനം പറയുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 20:10 ഇങ്ങനെ പറയുന്നത്, കൃപയാലുള്ള ആത്മരക്ഷ അത് വിശ്വാസം മൂലം നേടുക. 1 കൊരിന്ത്യർ 10:20 ഇങ്ങനെ വചനം പറയുന്നു, അതായത് ക്രിസ്തുവിലുള്ളവർ മരിച്ചാലും ജീവിക്കും. അപ്പം ഒരിക്കൽ നാച്ചുറൽ ലോകം വിട്ട് പിരിയുന്ന മതി വേഗം, അങ്ങേ കരയിൽ നിൽക്കും നാം നേടിയതെന്തെന്ന് അറിയും. അതുകൊണ്ട് എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യണം. അതായത് 10-20 വർഷമായി എല്ലാ തിങ്കളാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിച്ചാണ് വീട്ടിലേക്ക് ഇറങ്ങണമെന്ന് പറയാറുണ്ടല്ലോ. ഇന്ന് വരെയും എന്റെ തീരുമാനം വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറെങ്കിൽ അവന്റെ ഉള്ളത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞാൽ അപ്രകാരം ജീവിക്കാനിടയായി. പണ്ട് ഞാൻ മരിച്ചെങ്കിൽ ചെന്നേ നരകത്തിൽ, അവിടെ ജീവിക്കുന്നത് ക്രിസ്തു അല്ല ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി എന്റെ മുറ്റത്ത് ദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മിരിയാൻ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദാവീദ് നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഈ കർത്താവിനെ എത്ര സാക്ഷീകരിച്ച് എനിക്ക് മതിയാവില്ല. കാരണം ആസാമിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. കർത്താവ് ഒരു പ്രാവശ്യമെങ്കിലും ആത്മാവില് ആസാമിൽ പോയിട്ട് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എനിക്കെന്ന് പറഞ്ഞ ആഗ്രഹത്തിൽ ഞാൻ കർത്താവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സഞ്ചാര സുരക്ഷയായിരുന്നു ഞാൻ വച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് പോവുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. എന്റെ വൈകോളിൽ പഠിപ്പിച്ച ഒരു സാറിനോട് പറഞ്ഞ്, സാറാണ് എന്നെ ട്രെയിനായിട്ട് വിടുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഒരു ഹിന്ദി അറിയില്ല, അത്യാവശ്യം ഇംഗ്ലീഷ് തമിഴ് അറിയാം, മലയാളം അറിയാം.
അതല്ലാതെ വേറൊരു ഭാഷ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് മനസ്സ് മുഴുവനും ഇതാ. അപ്പൊ ഞാൻ വേറെ കുറച്ച് പുരുഷന്മാരും ഒരു പെൺകുട്ടിയൊക്കെ ഞാൻ ഇരിക്കുന്ന ആ കമ്പാർട്ട്മെന്റിൽ അവിടെ എന്റെ ആ റൂമിൽ തന്നെ വന്നിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, ഇവിടെ ഏത് ആൾക്കാരാണെന്ന് അറിയത്തില്ല, ഹിന്ദിയാ സംസാരിക്കുന്നത്. അത്യാവശ്യം വളരെ ചുരുങ്ങിയ ഹിന്ദി അറിയാവുന്ന ആൾക്കാർ, അല്ലാതെ എനിക്കൊരു ഹിന്ദിയൊന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ പറയുന്ന, അപ്പൊ അതിലൊരു മലയാളി, ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുന്ന കണ്ടപ്പോ എന്നോട് മലയാളത്തിൽ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇരിക്കുന്ന, ചോദിച്ചു എവിടെ പോവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുക, എന്നൊരു ദേവദാസം വിളിച്ചിട്ടുണ്ട്. എവിടേക്കാന്ന് ചോദിച്ചാൽ ആസാമിൽ. അപ്പൊ ഞങ്ങള് നാഗാലാൻഡിന് പോവുകയാണ്. ഗുവാഹട്ടി ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും ലാസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ട്രെയിൻ കയറി പോകണം. അപ്പോഴാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റും ഒക്കെ മലയാളത്തിൽ പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനിടയായി. ടെസ്റ്റ് മണി ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത സമയത്ത് ഇദ്ദേഹം ഹിന്ദിയിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അവരൊക്കെയും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കേട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു വിഷമം വന്നില്ല. എല്ലാവരും വടയും ചായയും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ഒരാൾ പൈസ തരുന്നു, എന്തെന്തൊക്കെയോ ഒരു സഭാകളിൽ നടക്കുന്ന പോലെയൊക്കെ അതിനകത്ത് നടക്കുന്നു. അപ്പൊ ഞാൻ അവർക്ക്, ദൈവമേ, ഒരു ഭാഷ അറിയണ്ട, ഒന്നും അറിയണ്ട, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ എവിടെയും പോകാം. പക്ഷെ ദൈവം അയച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശത്തെത്തിയാ ദൈവം നോക്കുന്നത്. ദൈവം, അതായത് ഏതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം എന്താണെന്ന് ദൈവം നോക്കുന്നത്. അതനുസരിച്ച് എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും കർത്താവിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ ദൈവം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നുള്ളൂ. എനിക്കൊരു പാഠമായി. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ദൈവം അയച്ചു. അത്ഭുതങ്ങൾ അടയാളങ്ങളാലൊക്കെയും ദൈവം നടത്തുന്നു. ഇപ്പോഴും തന്നെ കുഞ്ഞുങ്ങളിൽ കൂടിയാണ് ഞാൻ നന്മ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവര് മൂത്ത മോൻ രക്ഷിക്കപ്പെടാനുണ്ട്. എന്നാൽ അവൻ രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന സദാക്കൾ അവിടെ ഞാൻ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഓരോ ഭവനത്തിലും ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുമ്പോഴും ആ ഭവനത്തിൽ നിന്ന് ഓരോ വ്യക്തികൾ രക്ഷിക്കപ്പെടും, രോഗത്തിന് സൗഖ്യം കിട്ടും. എന്തൊക്കെ ചെയ്താലും ഇന്ന് അന്ത്യകാലമായിരിക്കാൽ ഇന്ന് ആർക്കും ദൈവമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോകുന്നത് കൊണ്ട് ആ പഴയ ഞാൻ ഇറങ്ങിയ അവസ്ഥയിൽ ക്വാളിറ്റി പ്രയറും ഇന്ന് പലയിടത്തും ഇല്ല. അല്ലെങ്കിൽ ഉപവാസ കൂട്ടങ്ങളുടെ എണ്ണം ചുരുങ്ങി, കോട്ടേജ് മീറ്റിങ്ങുകളുടെ എണ്ണം ചുരുങ്ങി, അതുപോലെ പരസ്യവേലകൾ ഇല്ലാതെയായി. അങ്ങനെ ഓരോരോ ഇതിൽ നോക്കിയാലും ആത്മീയത്തിലെ പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പൊ എന്റെ തീക്ഷ്ണതയിൽ ഞാൻ ചാടി ഇറങ്ങി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, അല്ലാതെ രാജസ്ഥാനിലൊക്കെ പോകുമ്പോഴും ഇതേ കണ്ടീഷനിൽ തന്നെ ഒറ്റയ്ക്കാ പോയിട്ട് വരുന്നത്. ദൈവം തിരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പല സ്ഥലത്തും. അപ്പൊ എന്റെ മനസ്സ്, ദൈവം ചത്താലും വേണ്ടില്ല, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കണം. എനിക്ക് പ്രാണം തന്ന ഈ യേശു ഇത്രത്തോടെ എനിക്ക് പ്രാണൻ തന്നപ്പോൾ ഈ യേശുവിനല്ലാതെ ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കാനോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൂത്ത മോനെ, എനിക്ക് പ്രാന്താന്ന് പറഞ്ഞു. അതായത് പലയിടത്തും എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്, ബാംഗ്ലൂരിന്റെ പ്രദേശത്ത്, ബോംബെയുടെ പ്രദേശത്ത്. അപ്പൊ ഞാൻ വേണ്ടാത്തത് പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശുവിന് മാത്രം പറയരുത്. ബാക്കി എല്ലാത്തിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിന്റെ കൂടെ അല്ല, യേശു മാത്രം കർത്താവ്. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പാവികളെ രക്ഷിക്കാൻ യേശുവിന്റെ നാമല്ലാതെ മറ്റൊരു നാമമില്ല. യേശു മാത്രം രക്ഷകൻ. യേശു നമ്മളെ രക്ഷിക്കാൻ കുരിശിൽ മരിച്ചു. അതാണ് എനിക്ക് ആദ്യം കാണിച്ചു തന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് യെശയ്യാ പ്രവചനം 55:8-9 എന്നോട് വായിക്കാൻ പറഞ്ഞല്ലോ. അത് വായിക്കുമ്പോൾ, നിന്റെ വിചാരമല്ല എന്റെ വിചാരം, നിന്റെ വഴിയല്ല എന്റെ വഴി, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരം നിന്റെ വിചാരത്തിന്റെ മേലെയും എന്റെ വഴി നിന്റെ വഴിയുടെ മീതെ ഉയർന്നിരിക്കുന്നു എന്നാണ് ആ വചനം കിടക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാൽ ഇതാണ്, ഞാൻ എൻ്റെ ഭർത്താവും മക്കളുമായിട്ട് സുഖമായിട്ടൊരു ജീവിതം ജീവിക്കണം. എന്തായാലും അതാണ് എനിക്ക് ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമേ ഉള്ളൂ. എനിക്കൊരു സമാധാനം കിട്ടണം. കർത്താവ് പറഞ്ഞു, ഈ ലോകം നിനക്ക് സമാധാനം തരില്ല, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, നാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്രകാരം കഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, എത്രയോ കൊടിയ വൈരിയുണ്ട് ഈ നമ്മുടെ ജീവിതയാത്രയെങ്കിൽ ഭയമില്ല, തെല്ലുമതിൽ പതറിയില്ല. ഞാനിനി പ്രിയനോട് ചേരുവാൻ പറന്നുയരും വാനതിൽ. ഒരു പ്രത്യാശയുണ്ട്. മഹാപ്രിയമുള്ള ധൈര്യം തള്ളിക്കളയാതെ നമ്മൾ ഈ പ്രത്യാശയ്ക്കായി ഒരുങ്ങാൻ ഇടയാക്കി തീരട്ടെ. എന്നാൽ ഈ ദർശനം ഭൂതം എന്ന് പറഞ്ഞത് ഇതാണെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, നീ നിന്റെ വിചാരപ്രകാരം എന്നെ നയിക്കണം, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഹിതപ്രകാരം നയിച്ചാട്ടെ, ഞങ്ങളുടെ നാമം മാത്രം എടുക്കാൻ ഞങ്ങൾ സഹായിച്ചാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് പറഞ്ഞോ, ഏത് രാത്രി പറഞ്ഞോ, എന്ത് പറഞ്ഞോ ഞാൻ ചെയ്യാൻ തയ്യാറാണ് കർത്താവ്. ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ചിട്ട് എനിക്ക് ആവശ്യങ്ങളൊക്കെ ദൈവം തരും. ആരോട് യാത്ര ചോദിക്കാനില്ല. അതായത് പൗലോസ് പറഞ്ഞൊരു ഇന്ത്യയുടെ തങ്ങളോട് ആളാണ് ചോദിക്കാറില്ല. അപ്പൊ പോകുമ്പോൾ ഒറ്റപ്പെടലും നിന്നയും പരിഹാസവും ഉണ്ടാകും. ക്രിസ്തുവിന് വേണ്ടി കട്ടം സഹിക്കുന്നത് ഏറ്റവും വലിയ ധനമാണെന്ന്. അങ്ങനെ
കടച്ചു തയ്ക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും പല സ്ഥലങ്ങളിലും പോകുന്നു. 1 മാസം 2 മാസം അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ മടങ്ങിയിരുന്നു. വീണ്ടും ദൈവം അയക്കുന്നു. ആ ബാക്കിയുള്ള സമയം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. സഭയോടുകൂടി നിന്നുകൊണ്ട് പല സ്ഥലത്തും പോകുന്നു. പക്ഷേ എന്നാൽ എന്റെ തീരുമാനം വിശ്വാസത്തിൽ ജീവിക്കും പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിൽ പ്രസാദമില്ല എന്ന്. അങ്ങനെ പലയിടത്തും സാക്ഷ്യം പറയാനും ദൈവത്തിന്റെ മറ്റല്ലാത്ത വചനം പറയാനും ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. അതായത് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുതലേ ബന്ധുമിത്രാദികൾ എന്നെ വിട്ടുപിരിഞ്ഞു അവസ്ഥയിലായി, തള്ളിക്കളഞ്ഞ അവസ്ഥയിലായി എല്ലാം ആയെങ്കിലും അവരുടെ മുന്നിൽ ദൈവം മാനിച്ചു. അതായത് എന്റെ ചേച്ചിയുടെ വീട്ടിൽ എന്റെ മൂത്ത മോൻ പോയി ഇരിക്കുന്ന സമയത്ത് ഒരു കസേരയിൽ പോയിരുന്നു. അന്ന് എനിക്ക് കസേര ഇല്ല എന്റെ വീട്ടില്, ദാരിദ്ര്യത്തിൽ കഴിയുന്ന സമയമാണ്. അന്നേരം ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു, ഈ കസേര നിനക്കിരിക്കാനുള്ളതല്ല, നീ എഴുന്നേറ്റ് പോകുന്നത്. അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാൽ ഇന്ന് അവന്റെ വീട്ടിൽ കിടക്കുന്ന സോഫാ സെറ്റിന് 1.5 ലക്ഷം രൂപയാണ് വില. ഞാൻ നെളിച്ച് പറയല്ല, അല്ലെങ്കിൽ അതിന്റെ വലിപ്പമല്ല പറയുന്നേ. ദൈവം എളിയവനെ കുപ്പയെന്ന് ഉയർത്തുന്ന ദൈവമാണ്. സങ്കീർത്തനം 34:18 പറയുന്നു, തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. ഞാൻ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എന്റെ സഹായം ഇവിടെ നിന്ന് വരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആകാശവും ഭൂമി ഉണ്ടാക്കി അതുപോലെ നിന്ന് വരുന്നു. എന്റെ വിചാരമല്ല കർത്താവ്, ദൈവത്തിന്റെ വിചാരം എന്റെ വിചാരമായി മാറട്ടെ. നമ്മുടെ വിചാരപ്രകാരം നമ്മുടെ ആലോചന പ്രകാരം നടക്കരുത്. എന്റെ നടപ്പ് എന്റെ കാഴ്ചവടി തന്നെയായിരുന്നു. എന്റെ കാൽ വലുതും ഇല്ലെന്ന് പറയാൻ ഇത് നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് നാളെ കർത്താവിന്റെ വരവ് ഏറ്റവും താമസമില്ലാതെ അടുത്തിരിക്കുന്നു. ഇത് അന്ത്യകാലമായിരിക്കാൽ നമ്മള് കർത്താവിന് വേണ്ടി ബന്ധപ്പെടുക. കർത്താവിന്റെ വരവിങ്കൽ അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കർത്താവ് മരണപര്യന്തം നമ്മളെ വഴി നടത്തുന്ന, ജീവപര്യന്തം വഴി നടത്തുന്ന കർത്താവ്. ഞാൻ അവനെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുന്നില്ല. അങ്ങനെ ഇത്രയും ആയുസ്സായിരിക്കുന്നു. ഞാൻ അന്ന് മരിച്ചെങ്കിൽ എനിക്കിപ്പം 34 വർഷം കഴിഞ്ഞാണ്. ഇപ്പൊ 29 വർഷമായി കർത്താവിനെ സ്വീകരിച്ചിട്ട് 2000 മുതൽ കർത്താവിന്റെ വേലയും ചെയ്യുന്നുണ്ട്. ചെയ്യാനുള്ള ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഞാൻ ഇനി എന്ത് ചെയ്താലും മതിയാകത്തില്ല, എന്റെ പ്രാണം കൊടുത്താലും മതിയാകത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഈ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരോമ ടിവിയിൽ എനിക്ക് സാവകാശം ഉണ്ടാക്കി തന്നതിനായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തലസമയത്ത് എന്റെ സാക്ഷ്യം ഞാൻ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസി പ്രിയ അംബിക ആന്റിക്ക് പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നായർ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ ഒരു അനുഭവത്തിൽ നിന്നും കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഒരു ദൈവവേദിലായി തീരുവാൻ ദൈവം ഒരുക്കിയ ആ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. അതിനായിട്ട് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടതായി വന്നു. എങ്കിലും ഈ യേശുവിനെ അറിയുന്നതിന് മുൻപ് തന്നെ പല സന്ദർഭങ്ങളിലായി വേദപുസ്തകത്തിലെ പല വ്യക്തികളെയും അവരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ ദൈവം അതത് സമയങ്ങളില് ദർശനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പിന്നത്തേതിൽ യേശുവിനെ അറിഞ്ഞ ശേഷം വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, എന്നെ കർത്താവ് കാണിച്ചു തന്ന ദർശനം ഇന്നതായിരുന്നു, ഇന്നാളായിരുന്നു എന്ന്. ആമേൻ. ആ നല്ല അനുഭവങ്ങൾക്കായി, നല്ല ഓർമ്മകൾക്കായി, ആ നല്ല സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എങ്കിൽ പോലും അതിൻ്റെയൊക്കെ നടുവില് ദൈവം കൃപയാൽ നിർത്തി എന്ന് ആമേനെ അറിയുവാനിടയായി തീർന്നു ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മക്കളെയും കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകർക്കും ആമേനെ കർത്താവിന്റെ ദാസി പ്രിയ അംബിക ആന്റിയുടെ സാക്ഷ്യം ഏറെ പ്രയോജനവും അനുഗ്രഹവുമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകാം, എൻ്റെ അനുഭവം ഇതുപോലെയൊക്കെയാണല്ലോ എന്ന ഒരു പക്ഷെങ്കിൽ ചിന്ത ഉണ്ടാകാം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഇതുപോലെയുള്ളതായ അവസരങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, യേശു നിങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങളാണ് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ, ദൈവരാജ്യത്തിൽ നിങ്ങളും അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങളാണ്. തിരിച്ചറിഞ്ഞ് ദൈവസേന പ്രാർത്ഥനയോടെ, പ്രതിഷ്ഠയോടെ, തീരുമാനത്തോടെ ദൈവസേനയിലേക്ക്
ആമേൻ കർത്താവിനായി സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി പ്രിയ അംബിക ആന്റി അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 ദൈവമേ, പരിശുദ്ധനാഥമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഇപ്രകാരം സാവകാശം ഈ ദിവസം ഞങ്ങൾക്ക് ഉണ്ടാക്കിയതിനായി നന്ദി. കർത്താവെ സ്തോത്രം. കർത്താവെ ഈ പ്രകാരം സാവകാശം ഒരുക്കി തന്ന ആരോമ ടിവിയുടെ കർത്താവെ, കർത്താനദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ. വീണ്ടും ധാരാളം അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഈ കർത്താവെ ഈ മീഡിയയെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ നാമമാത്രത്തിനായി തീരുവാൻ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിർത്തിയാൽ ആരോമ ടിവിയിലെ പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അനേകർ കേൾക്കട്ടെ കർത്താവെ. അനേകർക്ക് സമാധാനം ഉണ്ടാകാൻ സഹായിക്കട്ടെ കർത്താവെ. അനേകർ ആത്മഹത്യക്ക് വിടുവിക്കാൻ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ രോഗത്തിന് വിടുതലാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അതിവേഗം ഓടുന്നതാണല്ലോ കർത്താവെ. ഇതിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണ്. ഇരുപാടത്തുള്ള വാളിനേക്കാൾ ഏറ്റവും മൂർച്ചയുള്ളതാണ്. സന്ധിമതകളെ തുളച്ചു കയറുന്നതാണ്. നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച അങ്ങനെ നാമമത്തത്തിന് വേണ്ടി നന്മയ്ക്കടയാളം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനമായി തീരട്ടെ. ദൈവനാമം മാറ്റമെടുക്കാൻ സഹായിക്കട്ടെ. അനേകർ രക്ഷയിലേക്ക് തിരിഞ്ഞതിന് കാരണമായി തീരട്ടെ. അനേകർക്ക് കർത്താവെ സമാധാനവും സൗഖ്യം ഉണ്ടാകുന്നതിന് കാരണമായി തീരാൻ ഇടാക്കുന്ന പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രകാരം നയിക്കുന്നുണ്ട്. സ്തോത്രം നടത്തുന്നതിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഇതുപോലെ കാലം സാവകാശം തന്ന ദൈവത്തിലേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുകയാണ് കർത്താവേ. നന്ദി. ഞങ്ങളുടെ വിചാരമല്ല അങ്ങയുടെ വിചാരം, ഞങ്ങളുടെ വഴിയല്ലല്ലോ അങ്ങയുടെ വഴി. ആകാശം ഭൂമിക്ക് മിത ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരം നിന്റെ വിചാരത്തിന്റെ മേലെ, എന്റെ വഴി നിന്റെ വഴികളും ഇതായി ഉയർന്നിരിക്കുന്നെന്ന് ഞങ്ങൾ വചനം വായിക്കുന്നുവല്ലോ. അപ്രകാരം ദൂതന്മാരുടെ ഇടപെട്ടതുപോലെ ദർശനങ്ങൾ വെളിപ്പാടുകൾ കൊടുത്ത് ജനത്തെ വിടുവിക്കണം. മുഴുവൻ ലോകത്തെക്കാട്ടി വിടപ്പെട്ട ആത്മാക്കളാണ് നശിച്ചവൻ അനുദിക്കല്ലേ ജീവരക്ഷവായിക്കുന്നവരുടെ കൂട്ടത്തിലായി മാറുവാൻ അവരെ സഹായിക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ലോകത്തിന്റെ സാക്ഷി എത്തുവാൻ പ്രത്യേക ആരോമ ടിവി ലോകമെമ്പാടും വ്യാപരിക്കുവാൻ അനേകരുടെ അടുത്ത് ഈ സാക്ഷി എത്തുന്നതിന് കാരണമായി തരാൻ ഈ പ്രൊജക്റ്റിനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നാം മാത്രം കേട്ട പ്രകാരം ഒരുക്കി ഈ സാവകാശം തന്ന അതിന്റെ ഇവിടെ ആയിരിക്കുന്ന പാർശ്വ കുടുംബത്തെയും നിന്റെ കരങ്ങൾ വായിക്കുന്നു. കർത്താവ് ഇതുവരെയും തന്ന ആയുസ്സാരോഗ്യം എല്ലാം അങ്ങ് തന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് താഴ്ത്ത സമർപ്പിക്കുന്ന മഹത്വം കർത്താവിന് തിരുകൃപയാൽ നിറയ്ക്കണം. ദൈവനാമം മഹത്വമെടുക്കാൻ സഹായിച്ചായിട്ട് പ്രവർന്നാട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്ഥാപിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക് നന്ദി അടിയിൽ താഴ്ത്തുന്നു. പ്രാർത്ഥനകളെ നന്ദി മഹത്വം അങ്ങയ്ക്ക് സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. നാഥാ കൃപയോടെ കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയിലെ സമയം വേർതിരിച്ചതിന് പ്രിയ അംബിക ആന്റിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജുകൾ അറിയിക്കാവുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ ഞങ്ങൾ നമ്പർ തന്നിട്ടുണ്ട്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.